ഹായ് ഹലോ. പെഡഗോജിന്റെ 5ാമത്തെ യൂണിറ്റ്, അതിലെ ലാസ്റ്റ് യൂണിറ്റ് ഇൻസ്ട്രക്ഷണൽ മീഡിയ. ഒരു അധ്യാപകനെ സംബന്ധിച്ച് ക്ലാസ് റൂമിൽ കോണ്ടന്റ് പഠിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഇന്നത്തെ കാലത്ത് അഥവാ ഒരു സമകാലിക നമ്മുടെ ഇന്ത്യയിൽ ഒരു ടീച്ചർ ആവണമെങ്കിൽ, ഒരു നല്ല ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് അറിയേണ്ട കുറച്ചധികം കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യം ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയ, അത് നമ്മുടെ മാസ് മീഡിയാസിനെ പരിചയപ്പെടുത്തി നമ്മുടെ കോഴ്സ് ബുക്കിലൂടെ ഒക്കെ കടന്നുപോയി നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ടേംസിലൊക്കെ കടന്നുപോയി കോഴ്സ് ബുക്കിന്റെ കുറച്ച് കാര്യങ്ങൾ. ലാസ്റ്റ് ഒരു ടീച്ചറുടെ ക്വാളിറ്റീസും അല്ലെങ്കിൽ ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സ്കില്ലൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പം എല്ലാവരെയും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. സ്ലൈഡ് മാറുന്നുണ്ടല്ലോ അല്ലേ? സ്ലൈഡ് അല്ല, പവർ വേർഡാണ് എങ്കിലും ഷെയറിങ് ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ബന്ധപ്പെട്ട തന്നെയാണ്. അപ്പം പക്ഷെ അതിലില്ലാത്ത കുറെ ബോൾഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു മെയിൻ ഹെഡ്ലൈനും അതിൽ ഞാൻ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റും. ഞാൻ അതിനെ ചുരുക്കാത്തെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒന്ന് ലെങ്തി വായിച്ചോട്ടെ എന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടന്റ് മിസ്സാവണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പം റീഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളെ ബോൾഡ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഫസ്റ്റ് ടേം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നുള്ളതാണ്. So that means all devices and materials used in the teaching and learning process. ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെയും അതിനു വേണ്ടിയുള്ള എല്ലാ മെറ്റീരിയൽസിനെയും ഡിവൈസുകളെയും വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചിങ്ങിന് വേണ്ടി നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിവൈസസ്. അപ്പം നമുക്കറിയാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വരും. സ്ലൈഡ് അതിൽ എക്സാമ്പിൾസ് ആയി കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മീഡിയ ബട്ട് ഓൾസോ സച്ച് ഡിവൈസസ് ലൈക്ക് സ്ലൈഡ്സ്, ഫോട്ടോഗ്രാഫ്, ചാർട്ട്, റിയൽ ഒബ്ജക്റ്റ് എക്സെട്ര. അപ്പം നമ്മുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്, മൊബൈൽ ഫോണ്, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസിന് പുറമെ സ്ലൈഡുകൾ, ഫോട്ടോഗ്രാഫ്, ചാർട്ട് തുടങ്ങിയതെല്ലാം ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നുള്ള ഒരു വലിയ ടേമിന് അണ്ടറിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പൊതുവെ ഇവയൊക്കെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, TLM എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ. സോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇൻട്രസ്റ്റിംഗ് ആക്കാന്, ഒന്നുകൂടി ഈസി ആക്കാന്, കോംപ്രഹെൻസീവ് ആക്കാന്, അട്രാക്റ്റീവ് ആക്കാന്, മോട്ടിവേറ്റിംഗ് ആക്കാനാണ് ആക്ച്വലി ഇൻസ്ട്രക്ഷണൽ മീഡിയാസിനെ നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ലാപ്ടോപ്പ് എല്ലാ കുട്ടികൾക്കും ഒരു പക്ഷേ ഇന്ന് സ്വന്തമായി ലാപ്ടോപ്പ് ഉണ്ടാവും. അതിൽ ഒരുപാട് അതിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ക്ലാസ്സിൽ ടീച്ചർ കൊണ്ടുവരുന്ന ലാപ്ടോപ്പ്, ആ ടീച്ചർ കാണിച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് കാണാൻ വേണ്ടി കുട്ടികൾ വെയിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിലും, ഒരു വീഡിയോ ആണെങ്കിലും, ഒരു സ്ലൈഡ് ആണെങ്കിലും, ഒരു ഫോട്ടോഗ്രാഫ് ആണെങ്കിലും, ചാർട്ട് ആണെങ്കിലും, ദാറ്റ് ഈസ് സ്പെഷ്യൽ ടു ദ സ്റ്റുഡൻസ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യൂസ് ഓഫ് മാസ് മീഡിയ ഫോർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് അതിന്റെ ഒരു സബ് പോയിന്റ്. അപ്പൊ ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നുള്ളത് മൊത്തം മാസ് മീഡിയാസ് പ്ലസ് ഇലക്ട്രോണിക് മീഡിയാസ് പ്ലസ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് പ്ലസ് ദാറ്റ് മീൻസ് ചാർട്ട്, ഫോട്ടോഗ്രാഫ്, സ്ലൈഡ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നുള്ള ഒരു പോയിന്റ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മൾ മാസ് മീഡിയ എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാണ്. ഇത് ആക്ച്വലി ജേർണലിസത്തിലൊക്കെ വരുന്ന ടേമാണ് മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ. സോ മീഡിയ ദാറ്റ് കവർ ദ മാസ് അല്ലെങ്കിൽ എൻ്റർ ടു ദ മാസ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് മാസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിലേക്ക് മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീഡിയാസിനെയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് വിളിക്കുക. എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. ന്യൂസ് പേപ്പർ, മാഗസീൻ, റേഡിയോ, TV, ഇന്റർനെറ്റ് തുടങ്ങിയ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയാസ് ഒക്കെ മാസ് മീഡിയന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ഇതിലുള്ള ഡിസ്കഷൻ എന്താന്ന് വെച്ചാൽ, ഈ മാസ് മീഡിയാസിനെ നമുക്ക് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാമോ, കൊണ്ടുവരേണ്ടതുണ്ടോ, കൊണ്ടുവന്നാൽ എന്താണ് അതിന്റെ ഗുണങ്ങൾ, എങ്ങനെയാണ് അത് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചർച്ചകളാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണത് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പൊ ഈ നമ്മുടെ ന്യൂസ് പേപ്പർ ഒരു ഫസ്റ്റത്തെ ഒരു മാസ് മീഡിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മാസ് മീഡിയ എന്നുള്ളവർക്ക് ന്യൂസ് പേപ്പർ നിങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ക്ലാസ് റൂമിലോ ലേണിംഗ് പ്രോസസ്സിലോ അതല്ലെങ്കിൽ ടീച്ചിങ് മെറ്റീരിയൽസ് ആയിട്ടോ ഒക്കെ നമ്മൾ ടീച്ചേഴ്സ് ഉപയോഗിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? പത്രം സ്കൂളിൽ എവിടെയെങ്കിലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ ഇടാറുണ്ട് പത്രം കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി പത്രം ഇടാറുണ്ട്. അതല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാറുള്ളത്? ഈ ആഴ്ചപ്പതിപ്പ് പോലെയുള്ള കട്ടിംഗ് ടീച്ചേഴ്സ് ആഴ്ചപ്പതിപ്പിന്ന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകും. ആ ഫീച്ചേഴ്സ് നിന്ന് കട്ട് ചെയ്യാനും അതിന് എഴുതിയെടുക്കാനും ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ? സമയത്ത് സർ ഡെയിലി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ കുറച്ചെണ്ണം എഴുതിക്കൊണ്ട് വരാൻ പറയായിരുന്നു ഞങ്ങളുടെ അടുത്ത്. ന്യൂസ് റീഡിംഗ് എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂസ് റൈറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ ഉണ്ടാവും അല്ലെ? ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പുറത്തൊരു ബ്ലാക്ക് ബോർഡ് ഉണ്ടായിരുന്നു, അഥവാ വരാന്തയിൽ. അതിലെന്ന് വാർത്ത എഴുതണം, അതിനുള്ള ഉത്തരവാദിത്തം എനിക്കായിരുന്നു. ഒരു ടീച്ചർ ഇങ്ങനെ എഴുതേണ്ട വാർത്തകൾ ടിക്കറ്റ് തരും. എന്നിട്ട് ഞാനത് എന്ത് ചെയ്യണം, രാവിലെ പോയിട്ട് ആദ്യം ഇങ്ങനെ കൈകൊണ്ട് ചോക്കൊണ്ട് എഴുതി ആ ഒരു ബോർഡ് മൊത്തം എഴുതിയ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പം അന്ന് മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? എനിക്കിത് അന്നത് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം കളിക്കുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്യുന്നറിയോ, വിളിച്ചിട്ട് വാർത്ത എഴുതാൻ പറയും. ശരിക്കും നമുക്ക് കിട്ടിയ അംഗീകാരമാണ്. പക്ഷെ അതുകൊണ്ടാ സാറിന് കളിച്ച് നടക്കുന്നോണ്ടാ വാർത്ത എഴുതാൻ ആക്കുന്നതന്നെ. അപ്പൊ ഇതാണ് ഈ ഒരു ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ന്യൂസ് പേപ്പർ, റേഡിയോ, TV, ഇന്റർനെറ്റ് ഇങ്ങനെയുള്ള മാസ് മീഡിയാസിനെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ആയി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് നമുക്കറിയാം. ന്യൂസ് പേപ്പർ ആണ് ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതൊരു റിച്ച് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഒരുപാട് അറിവുകളുടെ ഒരു ശേഖരമാണ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് ആണ് ന്യൂസ് പേപ്പർ നമുക്കറിയാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് അതിലുണ്ട്, ഫോട്ടോഗ്രാഫ്, റീസെന്റ് സയന്റിഫിക് ഇൻഫർമേഷൻസ്, അങ്ങനെ തുടങ്ങി റീസെന്റ് ആയ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂസ് പേപ്പർ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂസസ് ഉണ്ട് അല്ലെ? ഓരോരോ പേജുകൾ നമുക്കുണ്ട്. ഓരോരോ പേജുകൾ ഓരോരോ ന്യൂസുകളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പർ കിട്ടിയാൽ ഫസ്റ്റ് വായിക്കുന്ന പേജ് ഏതാ? ഫസ്റ്റ് പേജ് സർ. ഫസ്റ്റ് പേജ്. ഓക്കെ, വേറെ ഏതെങ്കിലും ഡിഫറെന്റ് വായിക്കുന്നവരുണ്ടോ? സ്പോർട്സ് വായിക്കും അല്ലെ? ഫാത്തിമ എന്തായാലും സ്പോർട്സ് വായിക്കാൻ സാധ്യത. ചരമകോളം, കുറച്ച് ഏജ് ആയ ആൾക്കാര് വേഗം ചരമകോളത്ത് കടക്കുക. പിന്നെ കുറച്ച് ബിസിനസ്സിന് ആൾക്കാരാണെങ്കിൽ നേരെ ആ ബിസിനസിന്റെ പേജിൽ പോയി നോക്കും. ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ നേരെ സ്പോർട്സ് പേജ് എടുത്ത് വായിച്ചു നോക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് അതിൽ ഉണ്ടാവുക അല്ലെ? അപ്പൊ ഇതിൽ ജനറൽ ന്യൂസസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ന്യൂസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ന്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഏരിയ അഥവാ ലോക്കൽ ന്യൂസസ് ഉണ്ടാകും, വേൾഡ് ന്യൂസ് ഉണ്ട്, സ്പോർട്സ് ന്യൂസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ന്യൂസസ് ഉണ്ട് ന്യൂസ് പേപ്പറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ ഒരുപാട് റിച്ച് റിസോഴ്സസ് ആണ്. ഈ ഇതിൽ വരുന്ന വാർത്തകളൊക്കെ കരിക്കുലവുമായി ബന്ധം ഉണ്ടാവാറുണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങളും ഈ പത്രത്തിൽ വരുന്ന കോണ്ടന്റും തമ്മിൽ അല്ലെങ്കിൽ ന്യൂസും തമ്മിൽ ബന്ധം ഉണ്ടാവാറുണ്ടോ? ചിലതൊക്കെ ഈ സോഷ്യലൊക്കെ വരുന്നതൊക്കെ ശരിക്കും ചിലതല്ല, ശരിക്കും എല്ലാം ബന്ധമുണ്ട്. പക്ഷെ അത് ബന്ധപ്പെടുത്തണം. പൊളിറ്റിക്കൽ ന്യൂസ് ആണെങ്കിൽ പൊളിറ്റിക്സും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ രാജ്യസഭ, ലോകസഭ, നിയമസഭ അങ്ങനെയൊക്കെ പഠിക്കുന്നതുമായി ബന്ധം ഉണ്ടാവും. പിന്നെ എന്താ ബന്ധം ഇല്ലാത്തത്? ചരമം. നമ്മൾ ഒരു സാമൂഹിക ജീവിയല്ലേ? ജനനം മരണം എന്നൊക്കെ പഠിക്കാല്ലേ നമുക്ക്? ഓക്കെ, അപ്പം സിലബസുമായി നേരിട്ട് ബന്ധമുള്ളതും നേരിട്ട് ബന്ധമില്ലാത്തതുമായിട്ടുള്ള ഭാഗങ്ങള് എന്തിലുണ്ട്? പത്രത്തിലുണ്ട്. അപ്പം ആ കുട്ടികള് പത്രം വായിച്ച് അതിലെ കണ്ടന്റുകൾ മനസ്സിലാക്കി അതിനെ നമ്മുടെ കരിക്കുലമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അവർ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ബുള്ളറ്റിൻ ബോർഡ്സ്, നേരത്തെ പറഞ്ഞ സ്കൂളുകളിൽ ക്ലാസ് റൂമിൽ ന്യൂസ് റീഡിംഗ് ആക്ടിവിറ്റീസ്, ബുള്ളറ്റിൻ ബോർഡ്സ്, അതുപോലെ തന്നെ ഉള്ള കുറെ പ്രവർത്തനങ്ങൾ, പിന്നെ കളക്ഷൻ ഓഫ് ന്യൂസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഇപ്പോ ചില ടൈപ്സ് ഓഫ് ന്യൂസ് കളക്ട് ചെയ്യാൻ പറയും. പ്രകൃതി ഇതുമായി ബന്ധപ്പെട്ട കലാമിറ്റീസുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ കളക്ട് ചെയ്യുക,
അതല്ലെങ്കിൽ ഫ്ലഡുമായി ബന്ധപ്പെട്ട ന്യൂസ് കളക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ബേർഡ്സുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട ന്യൂസ് കളക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ വർക്കുകൾ കുട്ടിയെ കൊടുക്കാറുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂസ് പേപ്പറിനെ നമുക്ക് ബന്ധപ്പെടുത്താം എന്നുള്ളതാണ്. അങ്ങനെ ന്യൂസ് പേപ്പറിന് ഉപയോഗിച്ചാൽ എന്താണ് ബെനിഫിറ്റ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് ബോൾഡാക്കി വെച്ചിരിക്കുന്നത് ആ സാധനങ്ങളാണ് ഇതിന്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഒന്ന്, വി ക്യാൻ ബി പ്രൗഡ് ടു ബി സീൻ റീഡിങ്. ദാറ്റ് മീൻസ് വി ക്യാൻ, നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ന്യൂസസ് വായിച്ച് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നെന്താ പറയാ നോളജ് ഒക്കെ കണ്ടെത്തി വി ക്യാൻ ബി പ്രൗഡ് ആൻഡ് പ്രൊവൈഡ് മോട്ടിവേഷൻ ഫോർ റീഡിങ് ആൻഡ് ഡിസ്കഷൻ. ഒരുപാട് പത്രം വായിച്ചാൽ ഒരുപാട് റീഡിങ്ങിനുള്ള മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ ലേണിങ്ങിനെ ഫണ്ണാക്കാം എന്നുള്ള പോയിന്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് എന്നുള്ള പല ഡിസ്കഷൻസും പല കണ്ടന്റുകളും മനസ്സിലാക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് പറഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആയിരിക്കും. ന്യൂസ് പേപ്പറിൽ കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് അതല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം കുറച്ചുകൂടി അവർക്ക് ലളിതമായ കാര്യങ്ങളെ മനസ്സിലാക്കാം, ആ പഠനത്തിന്റെ ഒരു സ്ട്രെസ് ഒഴിവാക്കാം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്ലെക്സിബിൾ ആണ്, അഡാപ്റ്റബിൾ ആണ്, പിന്നെ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ക്ലാസ് റൂം ആൻഡ് ദ റിയൽ വേൾഡ്. ശരിക്കും ബുക്കിലെ കോണ്ടന്റ് നോളജിനെ റിയൽ വേൾഡിലെ റിയൽ എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്യാൻ നമുക്ക് പത്രങ്ങൾക്ക് സാധിക്കും എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, പിന്നെ അങ്ങനെ ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പ്രാക്ടിക്കൽ വെക്കാബുലറീസ് കുട്ടികൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഇംഗ്ലീഷിന്റെ വെക്കാബുലറീസ് കൂട്ടണമെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അതേപോലെ അപ്പൊ ഒന്ന് ന്യൂസ് പേപ്പർ ആണ്, രണ്ട് മാഗസിൻ ആണ്. മാഗസിൻ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം, ഡിഫറെന്റ് വർക്ക്സ് ആണ് ഇൻക്ലൂഡഡ്, ഡിഫറെന്റ് വേർഡ്സ്, റൈറ്റിംഗ്സ്, ഇതൊക്കെയാണ് മാഗസിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ മാഗസിൻ എന്ന് പറഞ്ഞാല് പൊതുവേ ഉള്ള നമ്മുടെ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാഗസിൻസ് ബുക്കിൽ ആ ഒരു മാഗസിൻസ് സ്കൂളിൽ പരിചയപ്പെടുത്തുന്നതും ഇവിടെ ഇതിൽ ഉൾപ്പെടുത്താം. സ്കൂളിൽ കുട്ടികൾ മാഗസിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അവർ മേക്ക് ചെയ്യുന്നതും ഇതിൽ പരിചയപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഒരു മാഗസിൻ എന്ന് പറഞ്ഞാല് ലൈസ് ബിറ്റ്വീൻ എ ന്യൂസ് പേപ്പർ ആൻഡ് എ ബുക്ക് എന്ന് പറയാം. ന്യൂസ് പേപ്പറിന്റെ ബുക്കിന് നടുക്ക് വരുന്ന ഒന്നാണ്. ന്യൂസ് പേപ്പറിനെ പോലെ ഫുള്ള് വാർത്തകളല്ല, ബുക്കിനെ പോലെ ഫുള്ള് കണ്ടന്റും അല്ല, മാഗസിനിൽ രണ്ടും കൂടി മിക്സഡ് ആയി വരുന്ന ഒരു സാധനമാണ് മാഗസിൻ എന്ന് പറയുന്നത്. അത് പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്ന മാഗസിൻസ് ഉണ്ട് അല്ലെ, വീക്ക്ലി ആയിട്ടും മന്ത്ലി ആയിട്ടൊക്കെ വരുന്ന മാഗസിൻസ് ഉണ്ട്. സോ അതിൽ കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസും ഇൻസ്ട്രക്ഷൻസും എന്റർടൈൻമെന്റ്സും ഒക്കെ അടങ്ങിയതാണ് മാഗസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അവരുടെ റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അവർക്ക് റീഡിങ്ങിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിലൂടെ ഒരുപാട് സ്കില്ല് അല്ലെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കാനും അവർക്ക് പറ്റും എന്നുള്ളതാണ് മാഗസിന്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതാണ് മാഗസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാഗസിൻ കുട്ടികളായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി, അവർക്കുള്ളിലുള്ള പിന്നെ സ്കില്ലുകൾ, അവരുടെ കോപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അവിടെ നോട്ട് ചെയ്യാം. ഓക്കെ, ഇത് പ്രാക്ടിക്കലി ആണ് ചിലപ്പോൾ ചോദിക്കട്ടോ. ഈ ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് അല്ലെങ്കിൽ ഹൗ വിൽ മാസ് മീഡിയാസ് ഹെൽപ്പ് യു ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ള രൂപത്തിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലാണ് നമ്മൾ ചെയ്തേണ്ടത്. ഇതിൽ തന്നെ ഡിഫറെന്റ് മാഗസിൻസ് എന്ന് പറയുന്നുണ്ട്. ന്യൂസ് മാഗസിൻ, സ്പോർട്സ് മാഗസിൻ, കൾച്ചറൽ മാഗസിൻ, ഇന്റലക്ച്വൽ മാഗസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗസിൻസ് ആർ ദർ. പിന്നെ എഡ്യൂക്കേഷണൽ മാഗസിൻസ് ഉണ്ട്. അത് നമ്മുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മാഗസിൻസ് ആണ് എഡ്യൂക്കേഷണൽ മാഗസിൻസ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കോണ്ടന്റുകൾ, ഒരുപാട് ഡിസ്കഷൻസ്, ഒരുപാട് ആർട്ടിക്കിൾസ്, പുതിയ പുതിയ കോണ്ടന്റുകൾ, അതൊക്കെയാണ് എഡ്യൂക്കേഷണൽ മാഗസിൻസിൽ ഉണ്ടാവുക. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് റീഡിംഗ് മെറ്റീരിയൽസ്, റീഡിംഗ് എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ക്ലാസ് റൂമിലുള്ള റീഡിങ്ങിനൊക്കെ പുറത്ത് ഒരു സപ്ലിമെന്ററി റീഡിംഗ് ആണ് ആക്ച്വലി മാഗസിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് സപ്ലിമെന്റ്സ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ക്ലാസ് റൂമിന്റെ നമ്മൾ പഠിക്കുന്ന കോണ്ടന്റിന്റെ ഒരു എന്താണ്, ഒരു എക്സ്ട്രാ റീഡിംഗ് ആണ് മാഗസിൻ എന്ന് പറയുന്നത്. സോ റീഇൻഫോഴ്സ് റീഡിംഗ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാഗസിൻ എന്ത് ചെയ്യും, റീഡിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യും. പിന്നെ കുട്ടികളുടെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അത് ഇതാവട്ടെ, റീഡിങ് LSRW, റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നുള്ള സംഭവങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും, ഇംപ്രൂവ്ഡ് ആവും. ഏറ്റവും കൂടുതൽ റീഡിങ്ങും റൈറ്റിങ്ങും വെക്കാബുലറി, ലാംഗ്വേജ്, കോണ്ടന്റ് നോളജ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഡെവലപ്ഡ് ആകും എന്നുള്ളതാണ്. പിന്നെ മാഗസിൻസ് എന്നുള്ളത് അതൊരു പ്രൊഫഷണൽ സാധനമാണ്, അതൊരു സിസ്റ്റമാറ്റിക് സംഭവമാണ്. അത് വായിക്കുന്നതോട് കൂടി അത് ക്ലാസ് റൂമിലും അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് എ ടീച്ചർ ക്യാൻ ഡെവലപ്പ് ഹിസ് പ്രൊഫഷണൽ സ്കിൽസ് എന്നുള്ളത് കൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൽ പറയുന്നത് ലെഷർ ടൈമിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് മാഗസിനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. തേർഡ് വൺ റേഡിയോ ആണ്. നമ്മൾ ഏതൊക്കെ രണ്ടെണ്ണം പറഞ്ഞത്? ന്യൂസ് പേപ്പറും മാഗസിനും. ന്യൂസ് പേപ്പറും മാഗസിനും. ഇതൊക്കെ എന്തിനു ഉദാഹരണങ്ങളാണ് ഈ ന്യൂസ് പേപ്പർ മാഗസിനും ഒക്കെ? മാസ് മീഡിയ. മാസ് മീഡിയ. മാസ് മീഡിയ എന്തിനു ഉദാഹരണമാണ്? ഇൻസ്ട്രക്ഷണൽ മീഡിയ. ഇൻസ്ട്രക്ഷണൽ മീഡിയ. ഒരു ഫർഷിത മാത്രമാണോ ഈ ഒരു ക്ലാസ്സിലുള്ളത്? എല്ലാരും ഇല്ലേ? അവിടെ ഇല്ലേ? കേട്ടില്ല സർ. കേട്ടില്ലേ? കേട്ടിട്ടില്ല? കേൾക്കണില്ല? ഞാൻ കേട്ടിട്ടില്ല. എന്താ ഇതുണ്ടോ? വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? അല്ല സാറിന്റെ അല്ല, എനിക്കിവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ അതാണ്. ഓക്കെ, തേർഡ് വൺ റേഡിയോ. അപ്പൊ ന്യൂസ് പേപ്പറും മാഗസിനും കഴിഞ്ഞ് റേഡിയോക്ക് എത്തിയാൽ റീഡിങ്ങും ഒരു ഇമ്പോർട്ടന്റ് ടീച്ചിങ് എയ്ഡ് ആണ്. ഓക്കെ, റേഡിയോയിലുള്ള പ്രോഗ്രാംസ്. അപ്പൊ ഇതിലൊരു പോയിന്റ് പർപ്പസ് ഓഫ് എന്റർടൈൻമെന്റ് എന്നുള്ളതാണ്. ശരിക്കും റേഡിയോ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് മാത്രമാണോ? എന്താ പറയുക അഭിപ്രായം? അല്ല, ഇൻഫർമേഷനും കൂടിയാണ്. ആ, റേഡിയോ കേൾക്കുന്ന ആളുകളുണ്ടോ? ഇല്ല സർ. റേഡിയോ ഒന്നും ഇതുവരെ കേട്ടിട്ടേ ഇല്ല. അവിടെ വലിയ വലിയ പോയിന്റ് ഒക്കെ ന്യൂസ് ഒക്കെ പറയുന്നത്. ഉണ്ടാവില്ല റേഡിയോയില്? ആ, ന്യൂസ് ഒക്കെ ഉണ്ടാവും. അല്ല, റേഡിയോ കേൾക്കാറേ ഇല്ല, കേട്ടിട്ടേ ഇല്ല. കേട്ടിട്ടുണ്ട് സാർ. ഇല്ലില്ല, ഇനി കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണേ റേഡിയോ. മൊബൈൽ ഫോണിലൊക്കെ റേഡിയോ കിട്ടും. അല്ല സർ, കേട്ടിട്ടുണ്ട്. നമ്മുടെ FM കാറിലൊക്കെ അത്രയും FM പുതിയതാണ്. അതിന് മുമ്പ് AM ഉണ്ടായിരുന്നു. ആംപ്ലിറ്റ്യൂഡ്. ആകാശവാണി ഓർമ്മയുണ്ട് സർ. ആകാശവാണി ഞങ്ങൾ മഞ്ചേരിക്ക് നിലയുണ്ട്. കോഴിക്കോടും ഉണ്ട് സർ. കോഴിക്കോടൊക്കെ ഉണ്ട്. റേഡിയോ ആക്ച്വലി വന്നത് ആദ്യം പിന്നെ നമ്മുടെ ഈ വില്ലേജേഴ്സ്, അതുപോലെ തന്നെ ഫാർമേഴ്സ്, അവർക്കുള്ള ഫാമിങ്ങിലുള്ള കുറെ ഇൻഫർമേഷൻസും ആയിട്ടൊക്കെയാണ് ആദ്യം വന്നത്. ഇൻഫോർമേറ്റീവ് ആണ് ആദ്യം. പിന്നീട് അതിലേക്ക് പതുക്കെ പതുക്കെ എന്റർടൈൻമെന്റ് കൂട്ടിച്ചേർത്ത്, ആഡ്സ് കൂട്ടിച്ചേർത്ത്, പിന്നെ അതൊരു എന്റർടൈൻമെന്റ് രൂപത്തിലേക്ക് മാറിയതാണ്. ഇപ്പോഴത്തെ ഒരു FM റേഡിയോസ് ഒക്കെ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. അതിന്റെ ഒക്കെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റർടൈൻമെന്റ് ആണ്. അതിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ഉണ്ട്. നമ്മൾ റെഡ് FM ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പം അതുപോലെ തന്നെ ഇതൊരു യുണീക്ക് വേ ഫോർ ടീച്ചേഴ്സ് ടു ഇന്റഗ്രേറ്റ് ടെക്നോളജി ഇൻ ടു ദ കരിക്കുലം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മൾ റേഡിയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക. അത് അവരുടെ പിന്നെ ലിസണിങ് എക്സ്പീരിയൻസും ലാംഗ്വേജും എന്തെങ്കിലും പ്രത്യേക പരിപാടിയൊക്കെ ഉണ്ടാവും, ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചുള്ള സംപ്രേഷണമൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ അതൊക്കെ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ടീച്ചർ ചെയ്യുന്നത് ആക്സസിബിൾ ടെക്നോളജി ഫോർ ബ്രിങ്ങിങ് ദ വേൾഡ് ടു ദെയർ സ്റ്റുഡൻസ് ആണ്. അഥവാ നമ്മുടെ ടെക്നോളജിനെ, ഒരു പുറത്തുള്ള ഒരു ടെക്നോളജിനെ കുട്ടികൾക്ക് ആക്സസിബിൾ ആക്കുക, അത് ബ്രിങ് ചെയ്തിട്ട് ക്ലാസ് റൂം കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അത് അട്രാക്റ്റീവ് ആയിരിക്കും, എന്റർടൈനിങ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ വെച്ചാല് പിന്നെ എന്റർടൈൻമെന്റും കോണ്ടന്റ് ബേസ്ഡ് ആണ്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കോണ്ടന്റ് ബേസ്ഡ് ടോപ്പിക്സ് ആർ അവൈലബിൾ. റേഡിയോയില് കണ്ടന്റ് ബേസ്ഡും ഉണ്ട്, എന്റർടൈൻമെന്റും ഉണ്ട്. ഓക്കെ, രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ ബുക്കിൽ പറഞ്ഞത് ഓൾ ഇന്ത്യ റേഡിയോ, BBC എന്നൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ആകാശവാണിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് ടീച്ചേഴ്സിനാണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. കാരണം ഇപ്പൊ ഇംഗ്ലീഷിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കേൾപ്പിച്ചു കൊടുക്കുക, ഹിന്ദിയിലുള്ള വാർത്ത കേൾപ്പിച്ചു കൊടുക്കുക. അല്ലെ, നമ്മളാ ഒരു 6:55 വാർത്ത ഉണ്ടായിരുന്നു പണ്ട്. ആർക്കെങ്കിലും അറിയോ ആകാശവാണിയിലൊക്കെ? സംസ്കൃതത്തിലൊരു വാർത്ത ആരെങ്കിലും കേട്ടണോ? രാവിലെ 6:55. ഓർമ്മയുണ്ട് സർ. എന്താ അതിന് ഫസ്റ്റ് ഡയലോഗ് എന്തെങ്കിലും അറിയോ? അറിയാം, ബട്ട് അത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട്. ഓർമ്മയുണ്ട്. അതിലെന്താ വാക്ക് പറയണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ദാറ്റ് മീൻസ് അപ്പം ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് വരും, ഡോക്ടറോട് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക, അതൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രോഗ്രാം ഒരു എന്താ വിത്തും കൈക്കോട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ കൃഷിക്കാർക്കുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ളതും കൃഷിക്കാർക്കുള്ളതും പഠന വൈകല്യങ്ങള് എല്ലാ മേഖലയും ഒരു ശരിക്കും കവർ ചെയ്യാറുണ്ടായിരുന്നു.
ഓക്കെ, അപ്പം ഇത് ഈസിലി ആക്സസിബിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ദാറ്റ് മീൻസ് അധികം പൈസയും ചെലവില്ല. കുട്ടികൾക്ക് ലാംഗ്വേജ്, പ്രൊണൗൺസിയേഷൻ, ലിസണിങ് സ്കില്ല്, വൊക്കാബുലറി, ഇങ്ങനെയുള്ള കുറെ എന്തുണ്ട് അഡ്വാൻറ്റേജ് അതിലുണ്ട്. 4 ടെലിവിഷൻ ആണ്, TV ആണ്. നമ്മൾ ആദ്യം പത്രം വന്നു, പത്രങ്ങൾ ഇങ്ങനെ വായിച്ച ആളുകൾ വന്നപ്പോൾ റേഡിയോ വന്നു. ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് മീഡിയാസ് വന്നു. റേഡിയോന്ന് ടെലിവിഷനിലേക്ക് പോയി, മൂവിങ് ഇമേജസ് ആയി എന്നുള്ളതാണ്. അപ്പം ഈ കുറെ ആളുകൾ എന്തായി, TV-യിലേക്ക് അങ്ങോട്ടേക്ക് കൂറുമാറി, അല്ലെങ്കിൽ TV പ്രോഗ്രാംസ് കാണാൻ തുടങ്ങി. ഇതും ഒരു പവർഫുൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇതൊരു റെവല്യൂഷണറി ചേഞ്ച് ആയിരുന്നു ടെലിവിഷൻ എന്ന് പറയുന്നത്. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ് വന്നത്, പിന്നീടാണ് കളർ TV വന്നത്. ഇപ്പൊ പിന്നെ അതിനൊക്കെ ഇങ്ങനെ മാറി അതിന്റെ സിസ്റ്റത്തിൽ LED, LCD എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സ്മാർട്ട് TV, ആൻഡ്രോയിഡ് TV വന്നു. കഴിഞ്ഞിട്ട് ഇപ്പൊ സ്മാർട്ട് TVയിലൊക്കെയാണ് നമ്മൾ നിലവിലുള്ളത്. ഓക്കെ, ഇത് പിന്നെ ഇറ്റ് ഹെൽപ്സ് ഓവർകം ബാരിയേഴ്സ് ടു ലേണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. പഠനത്തിന്റെ എല്ലാ പിന്നെ തടസ്സങ്ങളെയും മറികടക്കാനാണ് ടെലിവിഷൻ വന്നത്. നമുക്ക് നമ്മളെ ഈ കുട്ടികളുടെ ഇതൊക്കെ അല്ലേ, നമ്മള് വിക്ടേഴ്സ് ചാനലൊക്കെ ഉണ്ടായില്ലേ കൊറോണ സമയത്തൊക്കെ, എല്ലാവരും TV എന്നല്ല പഠിച്ചത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ന്യൂസ് കൊടുക്കാനും, അതുപോലെ തന്നെ ആനിമൽസ്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കാണാനൊക്കെ ടെലിവിഷൻ ഉപയോഗിക്കാം. ഇതൊന്നും ഇപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ പറയേണ്ട ഒരു പോയിന്റ് ഒന്നും അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് എഴുതാനുള്ള സാധനമേ ഉള്ളൂ കേട്ടോ. സോ റീസെന്റ് ആയിട്ട് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു ICT യൂസേജിന് വേണ്ടിയൊക്കെ ടെലിവിഷനും ഇന്റർനെറ്റും ഒക്കെ കുട്ടികൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ ദർ ആർ മെനി എഡ്യൂക്കേഷണൽ ടെലിവിഷൻ പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇതിൽ അപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കട്ടെ മിക്കവാറും ടെലിവിഷൻ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ക്ലാസ്സിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ബാക്കി പോയിന്റ് പറയുന്നില്ല, അത് ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ യൂസസ് പറയുന്നുണ്ട്, ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഹെൽപ്പ് സപ്ലിമെന്റ് ക്ലാസ് റൂം ഓറൽ ടീച്ചിങ്, അഥവാ ക്ലാസ് റൂം ഓറൽ ടീച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കാം. അല്ല, ഇപ്പൊ ശരിക്കും നമ്മളിപ്പോ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പ്ലേ ചെയ്താൽ മതി. ടീച്ചേഴ്സിന്റെ ആവശ്യം ഇപ്പൊ നിലവിൽ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യാനൊക്കെ ടെലിവിഷൻ കൊണ്ടൊക്കെ സാധ്യമായി തുടങ്ങുന്നുള്ളതാണ്. അതഞ്ഞിപ്പോ ടീച്ചർ ലീവായാലും വന്ന് ക്ലാസ് ലീവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ഓരോ കാര്യം ഒടിഞ്ഞു കിടന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഇത് ആക്സിഡന്റ് ആയി, എവിടെയാണോ ടീച്ചർ ഉള്ളത് അവിടുന്ന് ടീച്ചർക്ക് ലൈവായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാം, ഇന്ററാക്റ്റീവായി ക്ലാസ് എടുക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചേഴ്സിന് തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ മെറ്റീരിയൽസ് ഉണ്ടാകുമ്പോൾ അവർക്ക് സെൽഫ് കോൺഫിഡൻസോട് കൂടി ക്ലാസ് എടുക്കാനും, അവർക്ക് ഭയങ്കര ക്രിയേറ്റീവായി ക്ലാസ് എടുക്കാനൊക്കെ പറ്റും എന്നൊക്കെയുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജസ്. പിന്നെ ഈ സ്റ്റോറി ടെല്ലിങ്ങിനും അതുപോലെ തന്നെ വീഡിയോസ് കാണിച്ചു കൊടുക്കാനും അതിനൊക്കെയാണ് കാര്യമായിട്ട് അത് ഉപയോഗിക്കുക. കുട്ടികൾക്ക് അതുപോലെ സെർച്ച് ചെയ്തിട്ട് അവരുടെ കോണ്ടന്റ് അവർക്ക് തന്നെ കണ്ടെത്താം. ഇപ്പം പിന്നെ ബ്രിട്ടനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പൊ എന്താ ബ്രിട്ടനെ കുറിച്ച് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ ബ്ലോഗ്സ് ഉള്ളത്, അതിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്ത് അത് അപ്പൊ തന്നെ കണ്ട് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നേടാനൊക്കെ കുട്ടികൾക്ക് പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പിന്നെ ടെലിവിഷൻ പ്രോഗ്രാംസ് ക്യാൻ ഹൈലൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് സ്പീച്ച് ഓർഗൻസ്. അങ്ങനെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാ. ഓക്കെ, കോമൺ ആയിട്ട് ടിവിന്റെ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയാൽ മതി. ഇതിലുള്ള അങ്ങനെ എല്ലാ പോയിന്റ്സും വായിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു ഇതിലേക്ക് പോകണം എന്നില്ല. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. റേഡിയോ ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും ഒക്കെ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റൂല എന്നുള്ളതാണ് ഒരു പ്രശ്നം അല്ലേ. അതുപോലെ തന്നെ സ്ലോ ലേണേഴ്സിന് അത് കോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. പക്ഷെ ഈ TV പ്രോഗ്രാംസ്, റെക്കോർഡഡ് പ്രോഗ്രാംസ് ആണെങ്കിൽ സ്ലോ ലേണേഴ്സിന് അത് ഒരു ഉപകാരം കൂടിയാണ്. കാരണം അവർക്ക് ഒന്നിലധികം തവണ അത് കേൾക്കാനും അവർക്ക് മനസ്സിലാവോളം അത് കേൾക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ട് എന്നുള്ളത് അതിനൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. ഓക്കെ, പിന്നെ പൂർ ആക്സസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഇന്റഗ്രേറ്റ് ദ സ്റ്റുഡൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് കുട്ടികൾക്ക് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ചെറിയ വലിയ TV ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവർക്കും പെട്ടെന്ന് എത്തും. ചെറിയ TV ആണെങ്കിൽ എത്തൂല. നമ്മൾ ചില സ്കൂളിലൊക്കെ കാണാം ചെറിയ TV, എന്നിട്ട് കുട്ടികൾക്ക് അത് കാണൂല, കേൾക്കില്ല. TV ഉണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ല വെച്ചാൽ ഇല്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഒക്കെ ഉണ്ട്. അപ്പം അഡ്വാൻറ്റേജ് ഹൈലൈറ്റ് ചെയ്യുക, ഡിസഡ്വാൻറ്റേജ് അധികം ഹൈലൈറ്റ് ചെയ്യേണ്ടതില്ല. 5 ഇന്റർനെറ്റ് ആണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയി അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒന്നാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഗ്രാഫിക്കൽ സിസ്റ്റം ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്.
ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇന്റർനെറ്റിൽ ജനിച്ച ആളുകളോട് ഞാനിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇതിന്റെ പോയിന്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാണ്. റിവീൽസ് ഹ്യൂജ് സെറ്റ് ഓഫ് പെയർസ് ഓഫ് കണ്ടെയ്നിങ് ഡാറ്റ. ഇഷ്ടം പോലെ ഡാറ്റാസ്, ഇൻഫർമേഷൻ, ഇമേജസ്, സിംബൽസ്, വേർഡ്സ്, സൗണ്ട്സ് എന്തും ചോദിച്ചാൽ തരാൻ റെഡിയായി നിൽക്കുന്ന ഒരാളാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റേണലി കണക്റ്റഡ് ആയ ഒരു സാധനമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സെർച്ച് ചെയ്താലും കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടായത് കൊണ്ട് വി ക്യാൻ യൂസ് ഇന്റർനെറ്റ് ഫോർ എഫക്റ്റീവ് ലേണിംഗ്. അതിന്റെ കുറച്ച് സിഗ്നിഫിക്കൻസ് ആണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന്, പ്രൊക്യൂറിങ്. പ്രധാനപ്പെട്ട 3 സിഗ്നിഫിക്കൻസ് അതിന് പറഞ്ഞു കേട്ടോ ഇന്റർനെറ്റിന്റെ. ജസ്റ്റ് ഒന്ന് നോക്കിച്ചോളി. എന്ന് വെച്ചാല് പ്രൊക്യൂറിങ് ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ ഓൺ ഇന്റർനെറ്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ട കുറെ ഇൻഫർമേഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. 2, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓൺ ഇന്റർനെറ്റ്. നമുക്ക് ഇന്റർനെറ്റിലേക്ക് എന്ത് ചെയ്യാം, കുറെ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 3, കമ്പൈലിംഗ് ഇൻഫർമേഷൻ ആണ്. അഥവാ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഭാഗത്ത് മാറ്റുകയെ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സാധനങ്ങൾ എടുക്കുകയെ അങ്ങനെയുള്ള കുറെ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ 2-3 പ്രത്യേകതകൾ. അതാണ്. പിന്നെ ഇന്റർനെറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ആക്ച്വലി ഉള്ളത്. സ്റ്റുഡൻസിന് വൈഡ് നോളജ് ഉണ്ട്, ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും, റിച്ച് റിസോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ they can develop their ലാംഗ്വേജ് സ്കിൽസ്, റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, റിസർച്ചിങ്. അതുപോലെ തന്നെ കിഡ്സിനുള്ള സ്പെഷ്യൽ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇന്റർനെറ്റിനെ കുറിച്ച് പറയുന്നത്. ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ഓരോ പോയിന്റ് എടുത്ത് പറയണമെന്നില്ല. എനിവേ, എന്തായാലും ഇന്റർനെറ്റ് പ്രൊവൈഡ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിലൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊന്നും ഇനി കൂടുതൽ ഇങ്ങനെ ഓരോ പോയിന്റ് ഇങ്ങനെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമൊന്നുമില്ലല്ലോ. അത് നിങ്ങൾക്ക് വായിക്കാതെ തന്നെ എഴുതാവുന്ന പോയിന്റുകളുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതില് 5.2 ന്യൂ എമേർജിംഗ് മീഡിയ എന്നുള്ളതാണ്. അഥവാ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂസ് പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ മാഗസിൻസ് ആണെങ്കിലും TV ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇനി കുറച്ചുകൂടിയും ഇതിന്റെ അപ്ഡേറ്റഡ് ആയ ന്യൂ എമേർജിംഗ് മീഡിയ എന്നുള്ളതാണ്. അഥവാ ഓൺലൈൻ ഫെസിലിറ്റീസിൽ ഉണ്ടായ ചില എമർജൻസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് എല്ലാവർക്കും ഇന്ന് നമുക്കറിയാം അവരുടേതായ എല്ലാ സ്കൂളുകൾക്കും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടേതായ വെബ്സൈറ്റുകൾ ഉണ്ട്. അവർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. സോ അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിലൂടെ നടത്താവുന്ന പുതിയ സിസ്റ്റങ്ങളെ കുറിച്ചാണെങ്കിൽ പുതിയ ലേണിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാണ് ടെലികോൺഫറൻസിങ്. ഇതൊരു പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ടെലികോൺഫറൻസിങ് എന്ന് പറയുന്നത് എന്താണ്? ടെലിഫോൺ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് വയ കമ്മ്യൂണിക്കേറ്റിംഗ് നെറ്റ്വർക്ക് അല്ലെ. അഥവാ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ വഴിയോ ലാപ്ടോപ്പ് വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഗൂഗിൾ മീറ്റ് പോലെ അവരെന്ത് ചെയ്യുക, പരസ്പരം കോൾ ചെയ്തുകൊണ്ട് കണക്റ്റഡ് ആയി ലൈവ് ഇന്ററാക്ഷൻ നടത്തുക എന്നുള്ളതാണ് ടെലികോൺഫറൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെലികോൺഫറൻസിങ് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടോ. ഓഡിയോ ടെലികോൺഫറൻസ്, ഓഡിയോ ഗ്രാഫിക്സ് ടെലികോൺഫറൻസ്, കമ്പ്യൂട്ടർ ടെലികോൺഫറൻസ്, ഓഡിയോ വീഡിയോ ടെലികോൺഫറൻസ്, ഇങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. ഈ 4 എന്താന്നുള്ളതൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം. ഓഡിയോ ടെലികോൺഫറൻസ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടെലിഫോൺ വഴി അഥവാ ഓഡിയോ ചാറ്റ് നടത്തുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓഡിയോ ചാറ്റ് നടത്താണ് ഓഡിയോ ടെലികോൺഫറൻസ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓഡിയോ ഗ്രാഫിക്സ് ടെലികോൺഫറൻസ് പറയുന്നത് ട്രാൻസിറ്റ് വിഷ്വൽ ഇൻഫർമേഷൻ സച്ച് ആസ് ഗ്രാഫിക്സ്, ഡോക്യുമെന്റ്സ്, വീഡിയോ. ഇവിടെ ഓഡിയോ മാത്രമല്ല, നമ്മൾ ഗ്രാഫിക്സ് അല്ലെങ്കിൽ വീഡിയോ കൂടി ഷെയർ ചെയ്യും. അതായത് ഒരു വീഡിയോ കോൺഫറൻസ് പോലെ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു കോൺഫറൻസ് നടത്തും. ഒരു വീഡിയോ കോൺഫറൻസ് മനസ്സിലാക്കിയാൽ മതി. 3, കമ്പ്യൂട്ടർ ടെലികോൺഫറൻസ് ആണ്. ദാറ്റ് മീൻസ് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കോ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വെച്ചിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതിന് ചിലപ്പോൾ പർട്ടിക്കുലർ അക്കൗണ്ട്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രൗസർ ഉണ്ടാവാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ പഠിക്കുക, ഡിസ്കസ് ചെയ്യുക. ഇതാണ് കമ്പ്യൂട്ടർ ടെലികോൺഫറൻസ് പറയുന്നത്. ഇപ്പൊ ഒക്കെ ഇന്റർനെറ്റ് വഴി എല്ലാവരും കണക്റ്റഡ് ആണ്. പണ്ട് എങ്ങനെ വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിരുന്നു സാധാരണ ഉണ്ടാവുക. നമ്മളൊരു കമ്പ്യൂട്ടർ ലാബ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ ലാബിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതല്ല ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഈ ഫോണൊക്കെ ചെയ്യാനുണ്ടല്ലേ, ഒരിടത്ത് ഇങ്ങനെ അതിനൊരു ഇന്റേണൽ നമ്പർ മാത്രം നോക്കിയിട്ട് 38 നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുക, അതൊക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ചെയ്യണതാണ്.
അവിടെയുള്ള ആ സ്ഥാപനത്തിലുള്ള എല്ലാ സിസ്റ്റവും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ച് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ടെലികോൺഫറൻസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ വെച്ചിട്ട് ലോകത്തുള്ള ഏത് കമ്പ്യൂട്ടറുകൾ നമ്മൾ കണക്ട് ചെയ്യാം, പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താം. അതാണ് കമ്പ്യൂട്ടർ ടെലികോൺഫറൻസ് എന്നുള്ള മൂന്നാമത്തെ ടേം. 4 ഓഡിയോ വീഡിയോ കോൺഫറൻസ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡിയോ ടെലികോൺഫറൻസും ഓഡിയോ ഗ്രാഫിക്കൽ ടെലികോൺഫറൻസുമാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോയിസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വീഡിയോ ഇമേജസ് ആർ യൂസ്ഡ് ഫോർ കോൺഫറൻസ്. അഥവാ ഒരു പക്ക വീഡിയോ ടെലികോൺഫറൻസിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരുത്ത് വെറും വീഡിയോ എന്ന് മാത്രമല്ല, നമ്മളിപ്പോ ഗ്രാഫിക്സും അല്ലെങ്കിൽ ഡോക്യുമെന്റ്സും ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ ഓഡിയോ ഗ്രാഫിക് ടെലികോൺഫറൻസിന്റെ ഭാഗമാണ്. ഇത് പക്ക വീഡിയോ കോൾ ആണ്, വീഡിയോ കോൺഫറൻസിംഗ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ദർ ആർ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെലികോൺഫറൻസിംഗ് എന്നുള്ളത് ആദ്യം ഈ പേര് മാത്രം പഠിക്കുക. ഓഡിയോ ടെലികോൺഫറൻസ്, ഓഡിയോ ഗ്രാഫിക്സ് ടെലികോൺഫറൻസ്, കമ്പ്യൂട്ടർ ടെലികോൺഫറൻസ്, ഓഡിയോ വീഡിയോ ടെലികോൺഫറൻസ്. എന്നിട്ട് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണ്ട, ഈ ഒരു ഇങ്ങനെ ഇത് വിശദമായി വായിക്കാൻ സമയമില്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാലും മതി. പിന്നെ അതിൽ ടൂൾസ് നീഡഡ് ഫോർ വീഡിയോ ടെലികോൺഫറൻസിംഗ് എന്നൊക്കെയുള്ളതാണ്. അഥവാ വീഡിയോ ടെലികോൺഫറൻസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടൂൾസ് വേണം? കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം, ഇന്റർനെറ്റ് കണക്ഷൻ വേണം, മൈക്രോഫോൺ വേണം, സംസാരിക്കാൻ മൈക്ക് വേണം, വീഡിയോ കാണണമെങ്കിൽ വെബ് ക്യാം വേണം, സ്പീക്കർ വേണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളായിരിക്കും. അത് പ്രത്യേകം ഒന്നും പറയേണ്ട ഒരു ആവശ്യം ഇല്ല. ഇതൊരു അഡ്വാൻറ്റേജസ് ഓഫ് ടെലികോൺഫറൻസ് ആണ്. നമ്മൾ ശരിക്കും നേരിട്ട് പോയി ഒരു കോൺഫറൻസ് നടത്തുന്നതിന് പകരം ഒരു വീഡിയോ കോൺഫറൻസ് നടത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു വീഡിയോ മീറ്റിംഗിലൊക്കെ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സാർ. ഓക്കെ, അപ്പൊ എന്താ അതിന്റെ അഡ്വാൻറ്റേജ്? വീഡിയോ മീറ്റിംഗിൽ നമുക്ക് നമ്മുടെ പ്ലേസിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. നമുക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മുടെ സമയം അതിന് വേണ്ടി, ആ യാത്ര, ആ ഒരു ട്രാവലിംഗ് ടൈം സ്പെൻഡ് ചെയ്യണ്ട, അതിന്റെ ഒരു കോസ്റ്റ് സ്പെൻഡ് ചെയ്യണ്ട. പിന്നെ കൊറേ അതായത് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒന്നിച്ചു ചേർന്നിട്ടാണ് ഡിഫറെന്റ് റീജിയൻസ് എന്നുള്ള ആളുകൾക്കൊക്കെ ഒരുമിച്ച് ചേരാൻ പറ്റും. ഫിസിക്കലി മീറ്റിങ്ങിനെ ഒന്നും പറ്റൂല അല്ലെ? അവർ ഏത് സമയത്തും കൂടാൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഇതിൽ പറയുന്നത് ഒന്ന് സേവ്സ് ടൈം ആണ്, സമയം സേവിക്കാം. ദെൻ സേവ് ഓൺ ട്രാവൽ എക്സ്പെൻസ് അല്ലെ? നമുക്ക് യാത്ര ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറക്കാം. എഫിഷ്യന്റ് റെക്കോർഡ് കീപ്പിംഗ്, അഥവാ ഒന്ന് ആ കോൺഫറൻസ് അങ്ങനെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, അതല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, അതിലുള്ള പോയിന്റ്സ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യാം. ദെൻ കട്ട് കോൺഫറൻസ് കോസ്റ്റ് അല്ലെ? ഒരു കോൺഫറൻസ് ഹാൾ വാടക എടുക്കണമെങ്കിൽ എത്ര വാടക കൊടുക്കണം? ആ സമയത്ത് ഗൂഗിൾ മീറ്റ് കൂടിയാൽ നമുക്ക് വാടക വേണ്ട അല്ലെ? ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. പിന്നെ റിലയബിൾ ആണ്. അതുപോലെ അതിന്റെ ദാറ്റ് മീൻസ് ഈസ് വൺ ഓഫ് ദ റിലയബിൾ വേ ഓഫ് ഹോൾഡിംഗ് മീറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അതിനൊരു എല്ലാവരുടെയും ഒരു എന്താ പറയാ ഈസിനെസ്സോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റോ ഒക്കെ അതിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എല്ലാവരുടെയും സേഫ്റ്റി, അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ അതിലുണ്ട്. പിന്നെ ആ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി അതിൽ ഒന്ന് കണ്ടതാണ് ടെലികോൺഫറൻസ്. ഓക്കെ, നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ന്യൂ എമേർജിംഗ് മീഡിയ എന്നുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ന്യൂ എമേർജിംഗ് മീഡിയ എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ എന്ത് ചെയ്യണം, ടെലികോൺഫറൻസിംഗ് എഴുതുക. അപ്പൊ എന്താന്നുള്ളത് അതിന്റെ ആ ടെലികോൺഫറൻസിംഗിന്റെ തൊട്ടപ്പുറത്ത് വേണമെങ്കിൽ ഈ ഒരു 4 ടൈപ്പ് ചെയ്തേക്കുക, അത്രയും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ പിന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, രണ്ടാമത്തെ പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്നുള്ളത്. അപ്പൊ ഇതൊരു സാറ്റലൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. It is an artificial satellite that relay and amplifies radio communication signals via transponders. അഥവാ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് വഴി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ടെലിവിഷൻ, ടെലിഫോൺ, റേഡിയോ, ഇന്റർനെറ്റ്, മെട്രോളജി, മിലിറ്ററി ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻസ് തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സാറ്റലൈറ്റിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ എല്ലാ ചാനലുകള്, ഇന്റർനെറ്റ്, മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ്, ഇതൊക്കെ സാറ്റലൈറ്റ് വഴിയാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ സാറ്റലൈറ്റിന്റെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഇന്നത്തെ ടെക്നോളജി അങ്ങനെയാണ്. ആ ഒരു പിന്നെ സാറ്റലൈറ്റ് ത്രൂ ആണ് എല്ലാ ചാനൽസും എല്ലാ നെറ്റും എല്ലാം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളിപ്പോ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലേ, റേഞ്ച് ഇല്ലേ, അതിപ്പോ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണത്?
അറിയില്ല സർ. ഹലോ, നമ്മൾ ടവർന്ന് ഇങ്ങനെ വരുന്ന സാധനല്ലേ? അത് സാറ്റലൈറ്റിൽ പോയിട്ടല്ലേ സാർ പിന്നെ ടവറിൽ വരണേ? ആണ്. പക്ഷെ ഇനി ടവർന്നാണ് ഇപ്പം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഈ ലോക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ടവർന്നാണ്, സാറ്റലൈറ്റിൽ നിന്നാണ് അവർക്ക് ടവർന്ന് കിട്ടുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഇനി അടുത്തൊരു കാലഘട്ടത്തിൽ പക്ഷേ നമ്മൾ ഇന്റർനെറ്റോ ഇതൊക്കെ എന്താ വെച്ചാൽ റേഞ്ച് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇതൊക്കെ നേരിട്ട് സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയ്ക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല, നെറ്റ് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. ലോകത്തെവിടെ പോയാലും ഏത് ഉഗാണ്ടയിൽ പോയാലും റേഞ്ചും നെറ്റും ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ടവർ ലിങ്ക് റേഞ്ച് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഉണ്ടോ? എല്ലായിടത്തും റേഞ്ച് ഉണ്ടോ? ടവർ ഒന്നും ഇല്ലെങ്കിൽ റേഞ്ച് കിട്ടുമോ? ഇല്ല സാർ. അപ്പൊ ഇനി ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷെ അങ്ങനെ മാറും എന്നുള്ളതാണ്. ഇവിടെ GS83 എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സാറ്റലൈറ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എഡ്യൂസാറ്റ് കിട്ടണോ? എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള സാറ്റലൈറ്റ് ആണ് എഡ്യൂസാറ്റ്. അതിന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടോ? അതിന്റെ ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡിങ് സപ്പോർട്ട് ടു ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇൻക്രീസിങ് ആക്സസ് ടു ക്വാളിറ്റി റിസോഴ്സ് പേഴ്സൺസ്. എഡ്യൂസാറ്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എന്തെങ്കിലും കേട്ടോ നമ്മള്? അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല മാഷെ. എന്തൊക്കെ അറിയാം? ഒരു എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് ആണെന്ന് അറിയാം. അത് എന്താണ് അവര് ഇതാണോ അതിൽ ഡീറ്റെയിൽസ് അറിയാവുന്ന സാധനം ഇത്ര തന്നെ ഉള്ളൂ. അതിന്റെ ഒരു ഇത് പറഞ്ഞുതരാം. എഡ്യൂസാറ്റ് വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സാറ്റലൈറ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ലോഞ്ച്ഡ് ബൈ ISRO in 2004. 2004 അത്ര അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഡിസൈൻ ടു പ്രൊവൈഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ത്രൂ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ബെനിഫിറ്റിംഗ് സ്കൂൾസ്, കോളേജ്, റിമോട്ട് ലേണേഴ്സ്. എല്ലാവർക്കും ക്ലാസ്സസും അല്ലെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ ലോഞ്ച് ചെയ്ത അല്ലെങ്കിൽ ISROന്റെ ലീഡർഷിപ്പിൽ ലോഞ്ച് ചെയ്ത ഇതാണ് എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂസാറ്റ്, കൺവെൻഷണൽ റേഷ്യോ ആൻഡ് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ടെലിവിഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. അപ്പം അതിൽ ഫുൾ എഡ്യൂക്കേഷണൽ കണ്ടന്റ് മാത്രം ഉണ്ടാവുക. സെമിനാറുകൾ, ഡിസ്കഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഇന്ററാക്ഷൻസ്, ഇന്റർവ്യൂ, ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് മാത്രം അടങ്ങിയ സംഭവമാണ്. ഓക്കെ, ടെലികോൺഫറൻസ് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ കോൺഫറൻസിങ്, വെബ് ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എഡ്യൂസാറ്റ്, എഡ്യൂക്കേഷണൽ കോൺഫറൻസിനുള്ള സാറ്റലൈറ്റ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റില് അഥവാ നമ്മളിപ്പോ ഇങ്ങനെ ഉള്ള ചാനൽ ത്രൂ അല്ലെങ്കിൽ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ ത്രൂ നമ്മൾ എഡ്യൂക്കേഷൻ നേടുകയാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ കുട്ടിക്ക് എഡ്യൂക്കേഷൻ നേടാം അല്ലെ? റിമോട്ട് ഏരിയയിലുള്ള ആൾക്ക് TV ഉണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ നേടാം. ക്ലാസ് റൂമിൽ പോകണമെന്നില്ല, അല്ലെങ്കിൽ നേരിട്ടൊരു ഫിസിക്കൽ ക്ലാസ് റൂം അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്പം അവർക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഫ്ലെക്സിബിലിറ്റി, ഈസി ഇൻപുട്ടിങ് ന്യൂ സർക്യൂട്ട്സ്, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പുതിയ ആശയങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഡിസ്റ്റൻസസ് ആർ എഫേർട്ട്ലെസ്ലി ടേക്കൺ കെയർ ഓഫ്. ഡിസ്റ്റൻസ് ഒന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ റീജിയൻ പ്രശ്നമില്ല, അവരുടെ സെക്യൂരിറ്റി പ്രശ്നമില്ല. ഇങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജുകൾ അതിനുണ്ട്. പിന്നെ അതിന്റെ മൂന്നാമത്തേതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ നെറ്റ്വർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ അതേ സംഭവമാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ഒരു സെറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വേണം. ഒന്നോ രണ്ടോ, ദാറ്റ് മീൻസ് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിലൂടെ ഡാറ്റാസ് ഷെയർ ചെയ്യുക, പരസ്പരം ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. ഡിജിറ്റൽ ഇന്റർ കണക്ഷൻസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ എന്നാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. കമ്പ്യൂട്ടറുകൾ എന്ത് ചെയ്യുക? പരസ്പരം കണക്ട് ചെയ്തിട്ട് അതിലൂടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. സോ അതില് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും സെർവറും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഒരു സെർവറിന് ഒരുപാട് ഇൻഫർമേഷൻസ് ബാക്കിയുള്ള കണക്ട് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ട്. അതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് സെർവർ എന്ന് മനസ്സിലായോ? കമ്പ്യൂട്ടറിന്റെ കണക്ട് ചെയ്യുന്ന സെർവർ എന്താ മനസ്സിലായോ? എന്താ സാധനം? സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ആപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെയുള്ള മറ്റെല്ലാ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും
ആക്സസ് ചെയ്യാൻ യൂസ് പറ്റും. ചെയ്യാൻ പറ്റും, access ചെയ്യാൻ പറ്റും. സെർവറിന് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യാൻ പറ്റും. സെർവറിന് ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെർവർ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിന് 2-3 ടൈപ്സ് പറയുന്നുണ്ട്, 4 ടൈപ്സ് പറയുന്നുണ്ട്. ഒന്ന് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇത് വിശദമായി പഠിക്കാനില്ല കേട്ടോ, ഈ പേര് മാത്രം പഠിക്കാനുള്ളൂ. ലാന് അഥവാ ലോക്കൽ ഏരിയ അഥവാ അടുത്തുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ചെറിയ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് മാത്രമൊക്കെ ഉള്ള കണക്ഷനാണ്. വയേർഡ് ആയിരിക്കും മിക്കവാറും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 2 പാൻ ആണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അത് നമുക്ക് വേണ്ട ഒരു പേഴ്സണലി കണക്ട് ആയ ആളുകൾ മാത്രം കണക്ട് ചെയ്ത് വെക്കുന്നതാണ്. 3 മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കുറേ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു വാസ്റ്റ് ഏരിയയിലുള്ള കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് കണക്ട് ചെയ്യാം. മെട്രോപൊളിറ്റൻ ഏരിയ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കൂടുതലായിരിക്കും. ദെൻ വാൻ ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. അഥവാ ഇന്റർനെറ്റ് വഴി ദൂരെയുള്ള ഡിസ്റ്റൻസിലൊക്കെ ഉള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇന്നത്തെ നമ്മുടെ നെറ്റ്വർക്കിംഗ് സിസ്റ്റം വാൻ ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്കിംഗ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന് ഇങ്ങനെ മനസ്സിലാക്കി പോകാന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇനി എന്തിനാണ് കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്? ഒന്ന് ഷെയറിംഗ് ഓഫ് ഐഡിയ ആൻഡ് ഷെയറിംഗ് ഓഫ് മെറ്റീരിയൽസ്. ദെൻ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് നമ്മുടെ അടുത്തുള്ള ഡാറ്റ അല്ലെങ്കിൽ ഫയൽ വേറൊരാൾക്ക് കൊടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വളരെ സുഖമാണ്, കാരണം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. 2 കമ്മ്യൂണിക്കേഷൻ, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിന്റർ, സ്കാനർ, CD ROM അല്ലെങ്കിൽ പ്രൊജക്ടർ, ഇതൊക്കെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ അതിന്റെ ഏത് പ്രിന്റർ വേണമെങ്കിലും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇതിന്റെ ഒരു നീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്കൂളിൽ 5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 5 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ആണെങ്കിൽ ഏത് കമ്പ്യൂട്ടറിനും പ്രിന്റ് കൊടുക്കാം, ഏത് കമ്പ്യൂട്ടറിനും എന്ത് ചെയ്യാം, വെബ് ക്യാമിനെ കൺട്രോൾ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി അതത്ര ഇതുണ്ടോ, നെറ്റ്വർക്കിന്റെ ടൈപ്സ് ആണ്, അഥവാ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു രൂപമാണ് കേട്ടോ. സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ, അതിന്റെ ആ സെന്ററിലുള്ളത് അതിന്റെ ഒരു അഡ്മിൻ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്മിന് പകരം വേറെ പേര് പറഞ്ഞത്, എല്ലാം കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിന് പറഞ്ഞ പേര് സെർവർ ആണോ സാർ? സെർവർ. ആ സെർവർ ആണ് ഇതിന്റെ ആ സെന്ററിൽ ഉണ്ടാവുക. ആ സെർവറിനാണ് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിങ്ങനെ പല രൂപത്തിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെഷ് നെറ്റ്വർക്കിംഗ് എന്നൊക്കെ ഉള്ളത് സെർവർ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ സെർവറിൽ സബ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബസ് നെറ്റ്വർക്കിൽ പരസ്പരം എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സെർവർ സിസ്റ്റം പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണില്ല. ഒരു പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെർവറായിട്ട് പ്രവർത്തിപ്പിക്കാം. റിംഗ് നെറ്റ്വർക്കിൽ മൊത്തം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സർക്കിൾ പോലെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു റിംഗ്സ് നെറ്റ്വർക്ക് ഉണ്ട്, ബസ് നെറ്റ്വർക്ക് ഉണ്ട്, സ്റ്റാർ നെറ്റ്വർക്ക് ഉണ്ട്, മെഷ് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ള സാധനം മാത്രം പഠിച്ചാൽ മതി. ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. ഓക്കെ. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ അഡ്വാൻറ്റേജ് നോക്കിയാൽ മതി. ഒന്ന്, പരസ്പരം കണക്ട് ചെയ്യാന്, ഡാറ്റ ഷെയർ ചെയ്യാന്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ചുകൂടി പറയുന്നുണ്ട്, ഗെറ്റ് ഫ്രഷ് ഐഡിയാസ്, പുതിയ ആശയങ്ങൾ കിട്ടാന്, റേസ് യുവർ പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ കൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യാൻ, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ബാക്കി ആളുകളെ കാണിക്കുക, ഗെയിൻ മോർ നോളജ്, ജോബ് ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരു 5-6 അഡ്വാൻറ്റേജുകൾ അവിടെ പറയുന്നുണ്ട്. അതുപോലെ കരിയർ സപ്പോർട്ട്, കോൺഫിഡൻസ് ബിൽഡിങ്, ബൂസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. കാരണം സെർവറിൽ ഒരുപാട് സ്റ്റോറേജ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കമ്പ്യൂട്ടർക്ക് അതിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫയൽ ഷെയറിങ്, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് കേട്ടോ. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ സെർവർ ആണ് മെയിൻ. അപ്പം സെർവർ ഡൗൺ ആവേ അല്ലെങ്കിൽ സെർവറിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്കത് എല്ലാവരെയും ബാധിക്കും. നമുക്ക് നമ്മൾ ഫോണിലേക്ക് ഇടയ്ക്ക് വാട്സപ്പിൽ നിന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിന്റെ സെർവർ പോണതാണ്. നമ്മളൊക്കെ അതിന്റെ ഓരോ യൂസേഴ്സ് മാത്രമാണ്. അപ്പം സെർവർ എന്ത് ചെയ്യും, ഒരു പക്ഷേ കംപ്ലൈന്റ് ആയാൽ ബാക്കിയുള്ളതിനെ ബാധിക്കും. അതുപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് പ്രോസസ്സാണ് ആക്ച്വലി. അപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് പ്രൈവസി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ല എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്, കാരണം പരസ്പരമൊക്കെ കണക്ട് ചെയ്യണം, എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം, അത് കൺട്രോൾ ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ വൈറസ് ഒരു പക്ഷേ ഒന്നിൽ പിടിപെട്ടാൽ എല്ലാത്തിലേക്കും വൈറസ് ഒക്കെ ഇങ്ങനെ ബാധിക്കാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജുകളും അതിന് ഉണ്ട്. പിന്നെ 4-മത്തേതാണ് വേർഡ് പ്രോസസ്സർ. ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്.
അപ്പോൾ എന്തിനാണ് വേർഡ് ഉപയോഗിക്കുക? നമ്മൾ ഡോക്യുമെന്റ്സ് റൈറ്റ് ചെയ്യാൻ, അതിന് റിവൈസ് ചെയ്യാൻ, ലേ ഔട്ട് കൊടുക്കാൻ, അതിന് എഡിറ്റ് ചെയ്യാൻ, പ്രിന്റ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവമൊക്കെയാണ് വേർഡ് ഉപയോഗിക്കുക. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ് പ്രധാനപ്പെട്ട വേർഡിൽ ഉണ്ടാവുക. സ്പെൽ ചെക്കർ ഉണ്ട്, ഗ്രാമർ ചെക്കർ ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേർഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം വേർഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, അതല്ല അങ്ങനെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അതിന്റെ സൈസ് കൂട്ടുക, കുറക്കുക, അതിന്റെ ലേഔട്ട് മാറ്റുക, ഡിഫറെന്റ് ടൂൾസ് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് വേർഡ് പ്രൊസസ്സർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. ഒരു വേർഡ് പ്രൊസസ്സർ എന്താണ് വേർഡ്, അത് എന്തൊക്കെ നടക്കുക, അപ്പൊ ചില നമ്മളിങ്ങനെ ഒരു ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് അതിന്റെ ഫങ്ഷൻസ്, ക്രിയേറ്റിംഗ്, എഡിറ്റിംഗ്, സേവിങ്, പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ്, നേരത്തെ പറഞ്ഞ തന്നെ. ഇതിന്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും അഡ്വാൻറ്റേജും ഒക്കെ ഒന്നാക്കി പഠിച്ചാൽ മതി. അഥവാ ഇപ്പൊ വേർഡിന്റെ ഒരു ഫീച്ചേഴ്സ് വയ്ക്കുകയാണെങ്കിൽ അത് തന്നെയാണ് വേർഡ് ടൈപ്പ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ അത് ലേ ഔട്ട് കൊടുക്കുന്നതും, അതിൽ ഗ്രാമർ ചെക്ക് ചെയ്യുന്നതൊക്കെ അതിന്റെ ഫീച്ചറുമാണ്, അഡ്വാൻറ്റേജും ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്നിച്ച് പഠിച്ചാൽ മതി. ആഡിങ് സിമ്പിൾസ് അതിന്റെ ഫീച്ചറാണ്, അഡ്വാൻറ്റേജ് ആണ്. ചേഞ്ചിങ് ടെക്സ്റ്റ് അപ്പിയറൻസ്, ടെക്സ്റ്റിനെ മാറ്റുക, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് മാറ്റുക, ഫോണ്ട് സ്റ്റൈൽ മാറ്റുക, ഇതതിന്റെ ഫീച്ചറും ആണ്, അഡ്വാൻറ്റേജ് ആണ്. ആ രൂപത്തിൽ അതിനെ പഠിച്ചാൽ മതി. ഇതിന്റെ അഡ്വാൻറ്റേജും ഒക്കെ സെയിം ആണ്. ഡിസഡ്വാൻറ്റേജിൽ കോസ്റ്റ് ഓഫ് വേർഡ് പ്രോസസ് വെരി ഹൈ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ പെയ്ഡ് പ്രൊമോഷൻ ഇത് വാങ്ങുമ്പോൾ മാത്രം അങ്ങനെ ഒരു സംഭവത്തേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ മോസ്റ്റ് യൂസേഴ്സ് വിൽ പ്രോബബ്ലി നെവർ യൂസ് 50% ഓഫ് ഫങ്ഷനാലിറ്റി ഓഫ് ദ വേർഡ്. നമുക്ക് ശരിക്കല്ലേ ഈ വേർഡിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. വേർഡിൽ മാത്രമല്ല, എക്സൽ ആണെങ്കിലും വേർഡ് ആണെങ്കിലും ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ ശരിക്കും അതൊക്കെ അതിന്റെ ഒരു 50% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കും. എക്സലിലൊക്കെ എന്താ പറയാ, അത്രയ്ക്കും ഫങ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നേക്കാം. ഉണ്ട് പറയണേക്കാം. പക്ഷെ നമ്മൾ ചില വളരെ കുറച്ച് ഉപയോഗിക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് കോളം വരയ്ക്കാനും അല്ലെങ്കിൽ അതൊന്ന് കൂട്ടാനും അതിന്റെ ഒരു ആവറേജ് കാണാനും അങ്ങനെ ഒരു 8-10 ഉപയോഗം ഏറിയ. അതിപ്പോ നമ്മള് ഇത് ഈ വേർഡ് എക്സൽ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ മൊബൈൽ ഫോണിലുള്ള ഫീച്ചേഴ്സിന്റെ എത്ര ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? ഈ 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്താണ്ട് ഐഫോണൊക്കെ വാങ്ങിയിട്ട് ഐഫോൺ ആകെ വെറും ഫോട്ടോ എടുക്കാനും കോൾ ചെയ്യാൻ മാത്രം ഐഫോൺ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലെ? അതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉപയോഗിക്കണില്ലല്ലോ. അതേപോലെ എല്ലാത്തിലും ഉണ്ട്. പിന്നെ എന്താ, ഓൾവേസ് നീഡ് ഇന്റർനെറ്റ് കണക്ഷൻ. അത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഓൺലൈനിൽ ഒരു ഡ്രൈവിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് വേണ്ടിവരും, ഇന്റർനെറ്റ് വേണം. അല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ അതിന് ജെനുവിൻ ആപ്പുകളല്ല പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ അധികം കേൾക്കാത്ത ഒരു ലേണിംഗ് ആയിരിക്കും ബ്ലെൻഡഡ് ലേണിംഗ് എന്നുള്ള ഈ ടൈം. ഒരു പക്ഷേ അധികം കേടുണ്ടാവുന്നില്ല. ആരും കേടുണ്ടാവും? ബ്ലെൻഡഡ് ലേണിംഗ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? സർ, അത് ഈ വിഷ്വൽ മീഡിയാസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതിനാണോ പറയാ? അങ്ങനെ പഠിക്കുന്നതൊക്കെ തന്നെയാണ്. ഇതിലുണ്ടോ അതിന്റെ ഡെഫിനേഷൻ കൊടുത്തേക്കണേ. ഞാൻ ഇതിന് രണ്ടാമത് വരാം കേട്ടോ. ഇന്റഗ്രേഷൻ ഓഫ് ക്ലാസ് റൂം ഫേസ് ടു ഫേസ് ലേണിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഓൺലൈൻ ലേണിംഗ് എക്സ്പീരിയൻസസ്. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ അവിടെ ഉണ്ട്. ഇനി താഴത്ത് കൊടുക്കേണ്ടവരുണ്ട് കമ്പൈൻ ഓൺലൈൻ വിത്ത് ഫേസ് ടു ഫേസ് ലേണിംഗ്, ഫിക്സഡ് മോഡ് ടു ഹൈബ്രിഡ് ലേണിംഗ്. അഥവാ ഹൈബ്രിഡ് ലേണിംഗ് എന്നാണ് ഇതിനെ പറയാ. ഫേസ് ടു ഫേസ് ഉണ്ട്, വിത്ത് ഓൺലൈൻ ലേണിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതാണ് സർ ഞാൻ കേട്ടിരിക്കുന്ന ഹൈബ്രിഡ് ലേണിംഗ്. ഓക്കെ, അപ്പൊ വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ ഇങ്ങനെ ഈ ബോൾഡ് ചെയ്ത സാധനങ്ങൾ മാത്രം വായിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇത് വായിച്ചു പോകാൻ പറ്റും. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ഓൺലൈനും ഓഫ്ലൈനും ബ്ലെൻഡ് ചെയ്യുക, തമ്മിൽ മിക്സ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുക. ഇന്റഗ്രേറ്റിംഗ് ICTs into course design or enhance the teaching and learning experience for student and teachers. അഥവാ ICT ഉപയോഗിച്ച് ക്ലാസ് എടുക്കുക, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ ലേണിംഗിന് ഒരു ബ്രോഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ടീച്ചേഴ്സിന് സുഖമാണ്, ലേണേഴ്സിന് സുഖമാണ്. ചില കോൺസെപ്റ്റുകൾ ചിലപ്പോൾ നല്ല വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ വീഡിയോസ് കാണിച്ചു കൊടുത്താൽ മതി. ചിലപ്പോൾ ചില ആക്ടിവിറ്റീസിന് ഭയങ്കരമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടാവും, അതിന്റെ വീഡിയോസ് അവൈലബിൾ ആണെങ്കിൽ അത് കാണിച്ചു കൊടുത്താൽ മതി. അത്തരത്തിലുള്ള ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളെ ബ്ലെൻഡ് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്, എന്തിനെ ബ്ലെൻഡ് ചെയ്യണം, എന്തിനാണ് ഓഫ്ലൈൻ ഓൺലൈൻ ഒക്കെ പാടെ മിക്സ് ചെയ്യേണ്ടത്? ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ക്വാളിറ്റി, അല്ലെ? ലേണിംഗ് ടീച്ചിങ് ക്വാളിറ്റി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടും.
അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഒരുപാട് ഡിസ്കഷനും പ്രിപ്പറേഷനും ഒക്കെ ഉള്ള ഫെസിലിറ്റി കൂടും. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് മോർ വാലിഡ് ആൻഡ് എൻഗേജിങ് മീഡിയ. ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയാസിന് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ആയ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. ഇന്ററാക്റ്റീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണ് അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതിന്റെ യൂസും അതിന്റെ ഈ ഒരു പറഞ്ഞ ഒബ്ജക്റ്റീവും ഒക്കെ സെയിം ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യും, എക്സ്പീരിയൻസ് കിട്ടും, കൊളാബറേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതാണ് കോഴ്സ് ആക്സസിബിലിറ്റി, ലേണർ കൺവീനിയൻസ്, റിച്ച് ലേണർ അസസ്മെന്റ്. കുട്ടികൾക്ക് തന്നെ അവർ അസസ് ചെയ്യാൻ പറ്റും, അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റകൾ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എന്ത് ബ്ലെൻഡഡ് ലേണിംഗ് എന്നുള്ളത്. 6 ഫ്ലിപ്പഡ് ക്ലാസ് റൂമാണ്. അപ്പം ബ്ലെൻഡഡ് ലേണിംഗ്, ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ക്ലാസ് റൂം, അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് അങ്ങനെ ഹൈബ്രിഡ് ക്ലാസ് റൂം എന്നൊക്കെ പഠിച്ചു വെച്ചാൽ മതി. ഇനി ഫ്ലിപ്പഡ് ക്ലാസ് റൂം ആണ്. ഫ്ലിപ്പഡ് ക്ലാസ് റൂമിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ഡെഫിനിഷൻ അല്ല, അതിന് മുമ്പത്തെ ഇതിലുണ്ട്. ഇൻവേർട്ട് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്, ഡെലിവറിംഗ് ഇൻസ്ട്രക്ഷൻ ഓൺലൈൻ ഔട്ട്സൈഡ് ഓഫ് ക്ലാസ് ആൻഡ് മൂവിംഗ് ഹോംവർക്ക് ഇൻ ടു ദ ക്ലാസ്. ഇവിടെ എന്താ വെച്ചാല് ക്ലാസ്സിനെ വീട്ടിൽ കൊടുക്കേണ്ട ഹോംവർക്ക് ക്ലാസ്സൊക്കെ കൊണ്ടുവരാം. അങ്ങനെ സംഭവം കിട്ടുന്നത് ഇതിനെ കൊടുത്തിട്ടുണ്ടോ? സ്കൂൾ വർക്ക് അറ്റ് ഹോം, ഹോം വർക്ക് അറ്റ് സ്കൂൾ. എന്താ മനസ്സിലായേ? എന്തിനു മനസ്സിലായോ? ഹലോ, ഇല്ല സർ, മനസ്സിലായില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. എന്താ വെച്ചാൽ മനസ്സിലായില്ല സർ. നമ്മള് സാധാരണ സ്കൂളിൽ എന്താ നടക്കുക? ക്ലാസ് എടുക്കുക അല്ലെ? ക്ലാസ് എടുത്തിട്ട് അതിന്റെ വർക്ക് അവിടെ കൊടുക്കും, വീട്ടിലേക്ക് ഹോംവർക്ക് ആക്കിയിട്ട് കൊടുക്കും. അതല്ലേ നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പം ഇവിടെ നടക്കുക വെച്ചാല്, ഇപ്പൊ നാളെ നമുക്ക് ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്ടെങ്കിലേ അതിന്റെ ഒരു ക്ലാസ് തലേ ദിവസം ടീച്ചർ അയച്ചു കൊടുക്കും. അതിന്റെ ഒരു വീഡിയോ ക്ലാസ് അധ്യാപനം എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. കുട്ടികൾ എന്ത് ചെയ്യണം? തലേ ദിവസം അത് വീട്ടിൽ നിന്ന് ആ ക്ലാസ് കണ്ടിട്ട് വേണം സ്കൂൾക്ക് വരാന്. ഓക്കെ, സ്കൂളിൽ വന്നാൽ പിന്നെ ആ കണ്ട് പഠിക്കലില്ല. അത് വീട്ടിൽ ഓരെന്ത് ചെയ്യണം? ആ വീഡിയോ കണ്ട് പഠിക്കണം. ക്ലാസ്സിൽ വന്നാല് പിന്നെ അതിന്റെ വർക്ക് ചെയ്യാണ് ചെയ്യുക. അതിൽ നിന്നുള്ള എക്സ്പെരിമെന്റ്, അതിൽ നിന്നുള്ള എക്സസൈസുകൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഡൗട്ടും ബാക്കിയൊക്കെ ക്ലിയർ ചെയ്യും. ഹോംവർക്ക് വീട്ടിൽ നിന്നും ക്ലാസ് ഹോംവർക്ക് ക്ലാസ്സിൽ നിന്നും ക്ലാസ് വീട്ടിൽ നിന്നും. എങ്ങനെ ഐഡിയ? അടിപൊളി. അല്ല, ശരിക്കും നിങ്ങൾ ആലോചിക്കണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ കുറെ ടീച്ചർ ക്ലാസ് എടുക്കും. ഒരു കുട്ടി അത് മര്യാദയ്ക്ക് കേട്ടില്ല, കുറെ ഉറങ്ങിയിട്ടുണ്ടാവും, കുട്ടിക്ക് കുറെ സംശയം ഉണ്ടാവും, അത് പഠിഞ്ഞോ നോക്കാൻ അവസരമില്ല. ഇതെന്ന് വെച്ചാല് നാളെ കണ്ട് കുട്ടി ഇന്ന് എന്ത് ചെയ്യണം? ഒറ്റ ക്ലാസ് കാണണം. ഓക്കെ, ആ ക്ലാസ് കണ്ടുപാടെ നാളെ ക്ലാസ്സിൽ വരാനേ. പിന്നെ അവിടെ ക്ലാസ് റൂമിൽ അതിന്റെ ഡിസ്കഷനും അതിൽ നിന്നുള്ള വർക്കുകളും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യലും അങ്ങനെയൊക്കെയാണ് ക്ലാസ് റൂമിൽ ഉണ്ടാവുക അല്ലെ? കുട്ടികൾക്ക് ഒന്നും കൂടി അപ്ഡേറ്റഡ് ആവാൻ പറ്റൂലേ? അതാണ് എന്ത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. അപ്പൊ ഇത് മാറിപ്പോകരുത്. ബ്ലെൻഡഡ് ലേണിംഗും ഫ്ലിപ്ഡ് ക്ലാസ് റൂമും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, മാറിപ്പോകരുത്. ഓക്കെ, പിന്നെ ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന്റെ ഡെഫിനേഷൻ പറയുന്നത് ഇറ്റ് ഇസ് എ പെഡഗോജിക്കൽ അപ്രോച്ച്, അഥവാ ടീച്ചിങ് അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ പെഡഗോജിക്കൽ അപ്രോച്ച് ആണ്. Direct instruction moves from the ground learning space into individual learning space. കോമൺ ആയിട്ട് ക്ലാസ് റൂമിൽ പഠിപ്പിക്കാൻ തന്നെ അപ്പുറത്ത് ഒരു കുട്ടി ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കണം. പഠനം അവന്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് പഠിച്ചു വരല് നിർബന്ധമായി മാറും. ഓക്കെ, ഇവിടെ അതന്നെയാണ് പറയുന്നത് കേട്ടോ. ക്ലാസ് ടൈം എക്സ്പ്ലോർ ടോപ്പിക് ഇൻ ഗ്രേറ്റർ ഡെപ്ത് ആൻഡ് ക്രിയേറ്റ് മീനിങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമാണ് ആക്ച്വലി ക്ലാസ് റൂമിൽ കിട്ടുള്ളൂ. പഠിക്കാൻ മീൻസ് ക്ലാസ് കേൾക്കാന്നല്ല, അതിന് ഡിസ്കസ് ചെയ്യുക, അതിന്മേലുള്ള വർക്ക്ഔട്ട് ചെയ്യുക, അങ്ങനെ പഠിക്കും. വീഡിയോ ലെസൺ പ്രിപ്പയർഡ് ബൈ ദ ടീച്ചർ ഓർ അതേഴ്സ് ആർ യൂസ്ഡ് ടു ഡെലിവർ കണ്ടന്റ് ഓൾദോ ഓൺ ഓൺലൈൻ കൊളാബറേറ്റീവ് ഡിസ്കഷൻ. ക്ലാസ് ഒക്കെ എന്ത് ചെയ്തും? ഓൾറെഡി ഓൺലൈനിൽ പോയിട്ടുണ്ടാവും. ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് സച്ച് ആസ് പ്രോബ്ലം ഫൈൻഡിങ്, കൊളാബറേഷൻ, ഡിസൈൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇതൊക്കെ ഹൈ കോഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങും ഡിസ്കഷനും ഒക്കെ ക്ലാസ് റൂമിൽ നടന്നുകൊണ്ടിരിക്കും. അതിന് ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒക്കെ ക്ലാസ് റൂമിൽ നടന്നുകൊണ്ടിരിക്കും. ഇനി അതിന്റെ 4 പില്ലേഴ്സ് ഓഫ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ആ 4 പില്ലേഴ്സ് ആണ്. ഒന്ന് ഫ്ലെക്സിബിൾ എൻവയോൺമെന്റ്. കുട്ടിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ക്ലാസ് റൂം എൻവയോൺമെന്റ് ആണെങ്കിലും അവൻ ക്ലാസ് കേൾക്കുന്ന വീട്ടിലെ എൻവയോൺമെന്റും ഫ്ലെക്സിബിൾ ആയിരിക്കും. 2 ലേണിംഗ് കൾച്ചറാണ്. കുട്ടി പഠിക്കുക എന്നുള്ളത് നിർബന്ധമായി വരും. കാരണം വീട്ടിൽ നിന്ന് ക്ലാസ് കേൾക്കാത്ത ഒരു കുട്ടി വന്നാൽ ആ ക്ലാസ്സിൽ അവൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവൻ പഠിക്കൽ നിർബന്ധമാവും. 3 ഇന്റൻഷനൽ കോണ്ടന്റ് ആണ്. കാരണം കുട്ടിക്ക് എന്ത് കിട്ടുകയാണ്? അവിടെ
ഇതിന് ഓരോന്നും ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. എഡ്യൂക്കേറ്റേഴ്സ് മസ്റ്റ് കണ്ടിന്യൂസ്ലി തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ യൂസ് ദ ഫ്ലിപ്പ് ലേണിംഗ് മോഡൽ ടു സ്റ്റുഡൻസ് ഗെയിൻ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്. കുട്ടി ഇന്റൻഷനൽ ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുകയാണ്. 4 പ്രൊഫഷണൽ എഡ്യൂക്കേറ്റേഴ്സ് ആണ്, അഥവാ ടീച്ചേഴ്സും സ്റ്റുഡൻസും എന്ത് ചെയ്യും, പ്രൊഫഷണലായി മാറും. കാരണം കൃത്യമായിട്ട് ക്ലാസ് കേൾക്കും, കൃത്യമായി അതിന്റെ ഡിസ്കഷനിൽ പങ്കെടുക്കും. ഇങ്ങനെ 4 പില്ലേഴ്സ് ആണ് ഫ്ലിപ്പഡ് ലേണിംഗ് ഉള്ളത്. 1 ഫ്ലെക്സിബിൾ എൻവയോൺമെന്റ്, 2 ലേണിംഗ് കൾച്ചർ, 3 ഇന്റൻഷണൽ കോണ്ടന്റ്, 4 പ്രൊഫഷണൽ എഡ്യൂക്കേറ്റേഴ്സ്. ഫ്ലിപ്പഡ് ക്ലാസ് റൂമും അവിടെ തന്നെ ഉള്ളതാണ്. അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്താ വെച്ചാല് സ്റ്റുഡൻസ് ടേക്ക് കൺട്രോൾ ഓഫ് ദെയർ ലേണിംഗ്. കുട്ടികളാണ് അവരുടെ ലേണിങ്ങിന് കൺട്രോൾ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. കുട്ടികളാണ് ഫാക്റ്റും ഐഡിയാസും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അവരവരുടെ നോളജ് എൻറിച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ സമയം അവർ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്പീഡിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ഓഡിയോ അവർക്ക് സാധാരണ കേൾക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ സാധാരണ കേൾക്കാം, പിന്നെയും കേൾക്കാം, വീണ്ടും കേൾക്കാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ അതിലുണ്ട്. കുറെ അഡ്വാൻറ്റേജ് പറയുന്നത് കേട്ടോ. സ്റ്റുഡൻസ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദെയർ ലേണിംഗ്, അഥവാ പഠനം കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അത് അവരുടെ സ്റ്റുഡൻസ് ഡു നോട്ട് സ്ട്രഗിൾ വിത്ത് കംപ്ലീറ്റിംഗ് ഹോംവർക്ക്. ഒരുപാട് വർക്ക് വീട്ടുന്നില്ല, വീട്ടിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് കേൾക്കുക, ക്ലാസ്സിൽ വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഹോംവർക്കിന്റെ ഓവറോഡോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. 7 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മളില്ലേ എന്തൊക്കെ ഇതിൽ പറഞ്ഞേ? കൊറേ പറഞ്ഞു. ഇത് നോട്ട് ചെയ്ത് പോകണം. ദാറ്റ് മീൻസ് ന്യൂ എമർജിംഗ് മീഡിയയിൽ ഒന്നാമത് പറഞ്ഞത് ടെലികോൺഫറൻസിങ്, 2 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, 3 കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഓക്കെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അങ്ങനെയുള്ള സംഭവങ്ങൾ. 4 വേർഡ് പ്രോസസർ, നമ്മളെ വേർഡ്. 5 ബ്ലെൻഡഡ് ലേണിംഗ്. 6 ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം. ഇനി 7 നമ്മൾ പോകുന്നത് കൊടുക്കാന്ന് വെച്ചാല് 7 നമ്മൾ പറഞ്ഞു. അല്ല 7 പറഞ്ഞില്ല. 7 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. എന്താ AI? ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് AI. വാട്ട് ഈസ് AI? അത് ഒരു ബിഹേവിയർ ഉള്ള ഒരു മെഷീനെ യൂസ് മനുഷ്യനെ മെഷീൻസ് ഹ്യൂമൻ ബിഹേവിയർ കാണിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ ക്വാളിറ്റി കാണിക്കാം, ഹ്യൂമനേക്കാൾ പെർഫോമൻസ് കാണിക്കാം. ഇവിടെ ഡെഫിനിഷൻ ഞാൻ ബോൾഡ് ആക്കിക്കണ്. ഹ്യൂമൻ ലൈക്ക് ബിഹേവിയർ ഡിസ്പ്ലേഡ് ബൈ എ മെഷീൻ. ഓക്കെ, ഇവിടെ അല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിനെ റീപ്ലേസ് ചെയ്യോ എന്നുള്ളതാണ് ഇന്നത്തെ സമകാലിക ചർച്ച. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ വീട്ടിലിരിക്കാം. ചെയ്യോ? നിങ്ങളൊരു ഫൈനൽ റിസൾട്ട് എന്താണ്? ഹ്യൂമൻ ഇന്റലിജൻസിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റീപ്ലേസ് ചെയ്യുമോ? കംപ്ലീറ്റ്ലി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല സർ. കംപ്ലീറ്റ്ലി ചെയ്യില്ലാന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു നിഗമനം. ഓക്കെ, കാരണം AI എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അതൊക്കെ പ്രോഗ്രാമഡ് ആണ്. എന്ത് ചെയ്യണം? ഇപ്പൊ ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഒരു മോഡൽ. ഇന്നലെ ഞങ്ങളൊരു എക്സ്പീരിയൻസ്, എന്റെ കൂടെയുള്ള ഒരു അധ്യാപകന് PhD ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ട് നെറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇദ്ദേഹം പ്രീ സബ്മിഷൻ നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് പ്ലേജേരിസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ കുറെ പ്ലേജേരിസ് ഉണ്ട്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നെറ്റിൽ നിന്ന് നേരിട്ട് കോപ്പി ചെയ്തു എന്നാ പറയുന്നത്. പ്ലേജേരിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കക്ക, ദാറ്റ് മീൻസ് നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ റിസർച്ചിന്റെ ഇതിൽ ഉൾപ്പെടുത്തുക. സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തന്നെ വർക്കാണ് അതിൽ കുറെ ഉള്ളത്. അപ്പോ AI അത്ര AI ചിന്തിക്കുന്നില്ല. AI നോക്കിയത് എന്താ വെച്ചാൽ ഈ കണ്ടന്റിൽ എവിടെന്നെങ്കിലും ഇന്റർനെറ്റിലുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയത്. അപ്പം ഇന്റർനെറ്റിലെ കണ്ടന്റ് ഉണ്ട്, കാരണം അദ്ദേഹത്തിന്റെ വർക്ക് ആർട്ടിക്കിൾസ് തന്നെ നെറ്റിൽ പോയിട്ടുണ്ട്. അപ്പം AI എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. ഓക്കെ, സോ കമ്പ്യൂട്ടർ നമ്മളെ മിമിക് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ ഇമിറ്റേറ്റ് ചെയ്യാണ് എന്നൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും സിമിലർ ബിഹേവിയർ ആണ് അവര് ഹ്യൂമൻ ഇന്റലിജൻസിനോട് കാണിക്കാൻ പോണത് എന്നുള്ളതാണ്. AI ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. AI ഡോക്ടേഴ്സ് ഉണ്ട്, AI ടീച്ചേഴ്സ് ഉണ്ട്, AI മാനേജേഴ്സ് ഉണ്ട്, ഇവരൊക്കെ വന്നിട്ടുണ്ട്. So machine can work efficiently and analyze a vast amount of data in the blink of an eye എന്ന് പറയുന്നത്. നമ്മൾ കണ്ണ്
തുറന്ന് അല്ലെ ഒന്ന് അടച്ചു തുറക്കുമ്പോഴേക്ക് മെഷീൻസ് ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന പറയണേ. മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും സോൾവിങ് പ്രോബ്ലം ത്രൂ സൂപ്പർവൈസർ, അൺസൂപ്പർവൈസ്ഡ് ഓർ റീഇൻഫോഴ്സ്ഡ് ലേണിംഗ്. നമുക്ക് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കണ്ട, സമ്മാനം കൊടുക്കണ്ട, സാലറി കൊടുക്കണ്ട, ഇഷ്ടം പോലെ വർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്നതാണ് AI. ഈ AIന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ AI കണ്ടുപിടിച്ചത് കേട്ടോ. അദ്ദേഹം ഫസ്റ്റ് കണ്ടുപിടിച്ച മെഷീന്റെ പേര് ട്യൂറിംഗ് മെഷീൻ എന്നുള്ളതാണ്. അതൊരു ഗെയിം പ്ലേയിങ് മെഷീൻ ആയിരുന്നു. ഓക്കെ, ഇതിലൊന്നും പറയണില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ച് ഇതിനു മുമ്പ് വായിച്ചതാണ്. നമ്മളെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിന്റെ ഒരു 2 ചാപ്റ്റേഴ്സ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിൽ പറയുന്നുണ്ട് അലൻ ട്യൂറിംഗ് മെഷീൻ എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അതാണ് AI എന്നുള്ളത്. അതിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ഓട്ടോമേഷൻ ആണ് ഒന്ന്, അത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുക. 2 പേഴ്സണലൈസ്ഡ് ലേണിംഗ്, അഥവാ ഓരോരുത്തർക്കും പേഴ്സണലൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും അനുസരിച്ചുള്ള വർക്കുകൾ അവർക്ക് കൊടുക്കാനും അത് നോക്കാനൊക്കെ AIക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണ്. പ്രോഗ്രാം പവേർഡ് ബൈ AI ക്യാൻ പ്രൊവൈഡ് വാല്യൂബിൾ ഫീഡ്ബാക്ക് ബോത്ത് ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. എല്ലാവർക്കും കൃത്യമായ ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ AIക്ക് പറ്റും. പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ പഠിക്കേണ്ടത്, നമ്മുടെ താല്പര്യമുള്ള മേഖല എന്താണോ അതിലേക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആണ്. ആക്സസിബിൾ ബൈ ഓൾ സ്റ്റുഡൻസ്, എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ് ഒക്കെ AI തന്നെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. AI മേ ചേഞ്ച് ദ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒരു പക്ഷേ AI വന്നാൽ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റം മാറും എന്നാണ് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജുകൾ: AI ബേസ്ഡ് എഡ്യൂക്കേഷൻ ക്യാൻ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി അറ്റ് എനി ടൈം. ഏത് സമയത്തും പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നോക്കി പഠിക്കാം. അതുപോലെ തന്നെ വെർച്വൽ മെന്റേഴ്സിന്റെ സഹായത്തോടുകൂടി പഠിക്കാം. നമുക്കൊരു AI ടീച്ചർ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ അവർ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് 24/7 ഏത് സമയത്ത് ഡൗട്ട് ചോദിക്കാം, എത്ര വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യും, ഏത് പോയിന്റ് വേണമെങ്കിലും പറഞ്ഞുതരും. ഇതൊക്കെയാണ് AIന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് AI ടൂൾസ് ഉണ്ടാക്കല് അല്ലെങ്കിൽ AI ടീച്ചേഴ്സിന് ഉണ്ടാക്കാൻ കുറച്ച് കോസ്റ്റ് ആണ്, കുറച്ച് പൈസ മുടക്കണം അല്ലെ. അതുപോലെ തന്നെ AI ബേസ്ഡ് ടീച്ചിങ് ലെഡ് ടു സെർവ് അൺഎംപ്ലോയ്മെന്റ്. ഒരു പക്ഷേ യഥാർത്ഥ അധ്യാപകരുടെ ഒക്കെ ജോലി നഷ്ടമാവാൻ കാരണമാകും. പിന്നെ സ്ലോ ആകാം, എക്സ്പെൻസീവ് ആകാം. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഒന്നും അവർക്ക് ഉണ്ടാവണം എന്നില്ല. അവരിങ്ങനെ എന്താണോ പ്രോഗ്രാം ചെയ്തത് അത് പ്രവർത്തിക്കുക മാത്രമേ ചെയ്യുള്ളൂ അല്ലെ. തിരിച്ചറിവ് എന്നുള്ളൊരു സാധനം AIക്ക് നിലവിൽ ഇല്ല. 8 ഓഗ്മെന്റഡ് റിയാലിറ്റി. കേട്ടണോ ഈ വാക്ക്? ഓഗ്മെന്റഡ് റിയാലിറ്റി കേട്ടണോ? ഇല്ല സർ. ഇല്ലെങ്കിൽ നിങ്ങൾ 24 ചാനലോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീകണ്ഠൻ നായർ ചാനലൊക്കെ അല്ലേ? അതിനല്ലേ 24 ചാനൽ. ശ്രീകണ്ഠൻ നായർ ചാനൽ ഏതാ? ഫ്ലവേഴ്സ് ഒക്കെ അല്ലേ? അത് കാണണം. അതിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ വാർത്ത വായിക്കാറുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാല് റിയൽ ഒബ്ജക്റ്റുകളെ അവരെന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ആൻ റിയൽ വേൾഡ് എൻവയോൺമെന്റ് where the objects that reside in the real world are enhanced by computer generated perceptual information. അഥവാ അവരില്ലേ വാർത്ത വായിക്കുമ്പോ ഇപ്പം ഹലോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യണതല്ലേ? ബാക്ക്ഗ്രൗണ്ട് നെറ്റ് കട്ടിട്ടില്ലല്ലോ അല്ലെ? എന്തോ സൗണ്ട് കേട്ടപ്പോൾ തോന്നി. അവരില്ലേ വേണമെങ്കിൽ ഇപ്പൊ അവര് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ട്രാക്കിൽ നിന്ന് വീഡിയോ വായിക്കണ പോലെ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ ഇറങ്ങണതും അതിന് ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. റിയൽ ലൈക്ക് ആയിട്ടുള്ള സംഭവങ്ങളെ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2 സൂപ്പർ ഇമ്പോസ്ഡ് ഗ്രാഫിക്സ് ആണ് ആക്ച്വലി AI എന്ന് പറയുന്നത്. സൗണ്ടുകളും ഗ്രാഫിക്സ്, ഇമേജസും പിക്ചേഴ്സും അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാം. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ വേറെ ടേം ഉണ്ട്. അത് നമുക്ക് ഇതിൽ പഠിക്കാനില്ല, പക്ഷെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള സാധനമാണ് വെർച്വൽ റിയാലിറ്റി. ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വെർച്വൽ ലോകത്തേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക ഇങ്ങനെ കണ്ണടക്കൊക്കെ ഉണ്ടല്ലേ, 3D. അങ്ങനെ വെർച്വൽ റിയാലിറ്റിയുടെ വേൾഡിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോണതാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ എങ്ങനെ കാണിക്കണം എന്നൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഷോ നമ്മള് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ പോവാണെങ്കിൽ, രാമോജി ഫിലിം സിറ്റിയിൽ പോവാണെങ്കിൽ ഇതിന്റെ ഷോ ഉണ്ട് അവിടെ. ആരെങ്കിലും എന്തെങ്കിലും പോവാണെങ്കിൽ കാണാൻ പറ്റും. ക്യാമറ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ അവർ മാറ്റി കൊടുക്കും.
എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഫുള്ള് ആ ക്യാമറ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ്. റിയാലിറ്റിയിൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ് നമ്മൾ കാണുക. പക്ഷെ യഥാർത്ഥ ഒബ്ജക്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മളൊരു ചെയറൊക്കെ എടുത്ത് ഇങ്ങനെ പൊക്കുമ്പോൾ ഒരു വലിയ പാറ പൊക്കണമാരൊക്കെ ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ അതിന് ക്യാമറ വേണം, പ്രൊജക്ടർ വേണം, സ്മാർട്ട് ഫോൺ വേണം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ടാക്കാം. ഇതിൽ അതിൻ്റെ ഒരു യൂസസ് പറയുന്നുണ്ട്. ഫുള്ളി 3D മാപ്പാണ് ആക്ച്വലി. അതൊരു ന്യൂ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, റിയൽ വേൾഡ് എൻവയോൺമെന്റിലുള്ള ഒരു ന്യൂ പ്രോഡക്റ്റിനെ ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അത് നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ താജ്മഹൽ കാണുന്ന പറഞ്ഞാല് നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു താജ്മഹൽ ക്രിയേറ്റ് ചെയ്തിട്ട് താജ്മഹലിൽ എല്ലാ ഭാഗത്തും നടന്നു പോയൊക്കെ കാണാം. അതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആക്സിഡന്റ് വീണ്ടും കാണണമെങ്കിൽ വീണ്ടും വണ്ടി ആദ്യം വന്ന് ആ ഒരു ആക്സിഡന്റ് നമുക്ക് അവിടെ കാണാം. അപ്പം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ സയൻസ് പഠിക്കുന്ന ആളുകള് അല്ലെങ്കിൽ നമ്മുടെ MBBS പഠിക്കുന്ന ആളുകള് അവർക്കൊക്കെ ഒരു ബോഡി, യഥാർത്ഥ ബോഡി ഇല്ലാതെ തന്നെ ആ ബോഡിയെ കീറി മുറിച്ച് അതിനുള്ളിൽ എന്താണ് ഓരോ അവയവമൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്ത് വെക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം അത് കോണ്ടന്റ് നോളജ് ഇൻക്രീസ് ചെയ്യും, ഈ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യും, സ്പെഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ലേണിങ്ങിന് കൊടുക്കും, ലാംഗ്വേജ് അസോസിയേഷൻസ് ഉണ്ടാക്കും, മെമ്മറി റിട്ടൻഷൻ. നമ്മൾ കേൾക്കല്ല, അവിടെ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ട് മെമ്മറി റിട്ടൻഷൻ കൂടും, ഫിസിക്കൽ പെർഫോമൻസിനുള്ള സാധ്യതകൾ കൂടും എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജുകൾ. ഡിസഡ്വാൻറ്റേജില് റെഡ്യൂസ് ലൈൻ ബിറ്റ്വീൻ റിയൽ വേൾഡ് ആൻഡ് വെർച്വൽ വേൾഡ്. ശരിക്കും അവിടെ റിയൽ വേൾഡ് അല്ല, അത് ഒരു വെർച്വൽ വേൾഡ് ആണ്. സോ അത് അങ്ങനെ ഒരു ഡിഫറൻസ് അവിടെ നമുക്ക് ഫീൽ ചെയ്യും എന്നൊക്കെയാണ്. അതുപോലെ തന്നെ റിയൽ വേൾഡുമായിട്ടുള്ള ഒരു എൻഹാൻസസ് പെർസെപ്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ദ റിയൽ വേൾഡ്. അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. Okay, then due to its use in medical industry, life of patient has become safer. അതെങ്ങനെ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസിന്റെ ലൈഫ് എങ്ങനെ സേഫ് ആവുക? ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ 3D വ്യൂ ഒക്കെ കാണാൻ പറ്റുമല്ലോ. അതൊക്കെ കണ്ടിട്ട് ഈ ഡോക്ടേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസും ബാക്കി കാര്യം കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. അവർ വേഗം ഡയഗ്നോസ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അഥവാ ഒരു ആക്ച്വൽ വേൾഡിൽ നിന്ന് കിട്ടാത്തത് നമുക്കൊരു ആക്ച്വൽ വേൾഡിൽ ഉണ്ട് എന്ന് കാണിക്കുകയാണ് ആക്ച്വലി അതുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു നോളജും ആ ഒരു ട്രെയിനിങ്ങും ഒക്കെ കിട്ടും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജിലേക്ക് പോകുമ്പോൾ കോസ്റ്റ്ലി ആണ് ഒന്ന്. രണ്ട്, ലാക്ക് ഓഫ് പ്രൈവസി കൺസേൺസ്. അതിൽ അഥവാ നമ്മളിങ്ങനെ ഏതൊരു സംഭവത്തെ നമ്മൾ ഓഗ്മെന്റഡ് ഉണ്ടാക്കുകയാണ്, അപ്പം പ്രൈവസീന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് മൊമെന്റ്സ് മിസ് ആവുന്നൊക്കെ പറയുന്നുണ്ട്. അഥവാ റിയൽ ആയിട്ട് കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് ഒരിക്കലും ഓഗ്മെന്റഡ് കിട്ടൂല. അപ്പോൾ റിയൽ ആയിട്ട് കിട്ടേണ്ടത് അങ്ങനെ തന്നെ കിട്ടണം. അപ്പൊ അത് ചില മിസ്സിങ്ങുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ബേസിക് ലേണിംഗ് ടു എഫിഷ്യന്റ്ലി കോംപ്ലിയന്റ് ഡിവൈസസ്. അതിന് വേണ്ട ഒരുപാട് ഡിവൈസുകളും അതിന് വേണ്ട എന്താ പറയാ ഫെസിലിറ്റീസ് ഒക്കെ വേണം. അതൊക്കെ അറേഞ്ച് ചെയ്യാന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും. അപ്പം ആ ഒരു സെഷൻ അവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെഷനിൽ പോവാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇതേപോലുള്ള ഇതിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി, ബ്ലെൻഡഡ് ലേണിംഗ് അങ്ങനെയുള്ള കുറച്ച് ടേംസ് ആണ് നിങ്ങൾക്ക് ഒരു പുതിയത് ഉണ്ടാവുക. ബാക്കിയുള്ളൊക്കെ പഴയതാണ്. ഇതിലൊക്കെ പഴയതാണ്. ആക്ച്വലി നമുക്ക് അറിയേണ്ടതാണ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്നാണ്. ഇത് വേറെ ടേം ആണ്, ഒരു പുതിയ ടോപ്പിക് ആണ് കേട്ടോ, കമ്മ്യൂണിറ്റി റിസോഴ്സസ്. അതിൽ പറയുന്നത് ഒന്ന് ഫീൽഡ് ട്രിപ്പ് ആണ്. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം ഒക്കെ അറിയേണ്ടതാണ്. എന്തിനാണ് ഫീൽഡ് ട്രിപ്പ് എന്നൊക്കെ ഉള്ളതാണ്. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടുക, ഫേസ് ടു ഫേസ് റിയാലിറ്റി മനസ്സിലാക്കുക, തിയറിയും പ്രാക്ടിക്കലും നമ്മൾ കണക്ട് ചെയ്യുക, സ്കൂളും സൊസൈറ്റി നമ്മൾ കണക്ട് ചെയ്യുക, സ്കൂളും കമ്മ്യൂണിറ്റി നമ്മൾ കണക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഫീൽഡ് ട്രിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, അതിന് ഫീൽഡ് ട്രിപ്പിന് വേണ്ട സ്റ്റെപ്പുകളാണ്. അഥവാ ഫീൽഡ് ട്രിപ്പിന് മാത്രമല്ല നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ സ്റ്റെപ്പ് നമുക്ക് നിർബന്ധമാണ്. പ്ലാനിങ്, പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ. പ്ലാനിങ്ങിൽ ഇപ്പൊ നമ്മൾ എവിടേക്ക് പോകണം, എങ്ങോട്ട് പോകണം, ആരൊക്കെ പോകണം എന്ന് പ്ലാൻ ചെയ്യും. പ്രിപ്പറേഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം, എപ്പോൾ പുറപ്പെടണം, അതിന് വേണ്ടി എന്തൊക്കെ ഒരുങ്ങണം, ആരൊക്കെ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണം എന്നൊക്കെ പ്രിപ്പയർ ചെയ്യും. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടൂർ പോവുക എന്നുള്ളതാണ്, ഫീൽഡ് ട്രിപ്പ് പോവുക എന്നുള്ളതാണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കരുതിയ പോലെ നടന്നോ, അതിന്റെ ഒരു കരുതിയ റിസൾട്ട് കിട്ടിയോ എന്ന് പറയുന്നതാണ്. ഈ 4 സ്റ്റെപ്പ് നോക്കി വെക്കുന്നത് നല്ലതാട്ടോ. പ്ലാനിങ്, പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ. ദെൻ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫീച്ചേഴ്സിന്റെ അഡ്വാൻറ്റേജ് ചെയ്താ, അഥവാ ഡിഫറെന്റ് എക്സ്പീരിയൻസ്, റിച്ച് ആൻഡ് മീനിങ് ഫുൾ എക്സ്പീരിയൻസ്, റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, ഗുഡ് എക്സസൈസ്,
ആൻഡ് ക്യാൻ ബി റിറ്റെയിൻഡ് ഫോർ എ ലോങ്ങർ പീരീഡ്. അഥവാ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിന് നമ്മുടെ നോളജിനെ ഒരുപാട് കാലം നിലനിർത്താൻ ഫീൽഡ് ട്രിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ആ ലിങ്ക് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി, ഇതൊക്കെ അതിന്റെ ഫീച്ചറാണ്. അത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്. 2 എക്സിബിഷൻ ആണെങ്കിൽ ഫെയേഴ്സ് ആണ്, സയൻസ് ഫെയർ, അങ്ങനെയുള്ള ഫെയറുകളാണ്. ദാറ്റ് മീൻസ് കുട്ടികൾക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുക, അവരെ ക്രിയേറ്റിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ സ്കില്ല് ഡിസ്പ്ലേ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അതേപോലെ തന്നെ കുറെ മോഡൽസും ചാർട്ടും ഒക്കെ അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഫെയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവും തന്നെയാണ്, ഫീച്ചറും തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്കില്ലുകൾ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റും, ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജുകൾ. ഇതിനും ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് പറയുന്നുണ്ട്: പ്ലാനിങ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വർക്ക്, ഇംപ്ലിമെന്റേഷൻ, അനാലിസിസ് ഓഫ് ദ എക്സിബിറ്റ്. അഥവാ ഒന്ന് പ്ലാൻ ചെയ്യണം, എന്താണ് നമ്മൾ നടത്തുന്നത്, ഏത് രൂപത്തിൽ നടത്താൻ പോകുന്ന പ്ലാനിങ് ആണ്. നമ്മളൊരു സയൻസ് ഫെയറോ എന്ത് നടത്താൻ പോവാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വർക്ക്, ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? നീ ഇന്ന ഏരിയയിൽ നിന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, നീ ഇന്ന ഡ്യൂട്ടി ചെയ്യണം, ആ ഡ്യൂട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. 3 ഇംപ്ലിമെന്റേഷൻ ആണ് ആ ഒരു സയൻസ് ഫെയർ നടത്തുക എന്ന് പറയുന്നതാണ്. 4 അനാലിസിസ് ആണ്, അഥവാ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്, എങ്ങനെ നമ്മൾ കരുതിയ പോലെയൊക്കെ നടന്നോ, എല്ലാവരും വന്നോ, അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആയോ എന്നൊക്കെയുള്ള സംഭവങ്ങളാണ്. 3 റിസോഴ്സ് സെന്റർ ആണ്. അപ്പൊ ഇതില് 2 ഏതാ പറഞ്ഞേ? ഫീൽഡ് ട്രിപ്പും 1 ഫീൽഡ് ട്രിപ്പ്, 2 എക്സിബിഷൻ. എക്സിബിഷൻ എല്ലാവരും കണ്ടിട്ടില്ലേ? കാണത്തുണ്ടാവില്ല. 3 റിസോഴ്സ് സെന്റേഴ്സ് ആണ്. റിസോഴ്സ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരുപാട് നോളജ് കിട്ടുന്ന ഒരു സെന്റർ എന്നുള്ളതാണ് റിസോഴ്സ് സെന്റർ ഉദ്ദേശിക്കുന്നത്. യൂസ് ടു മേക്ക് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡ് സർവീസസ്. നമുക്ക് ഒരുപാട് സർവീസ് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നോളജുകൾ കിട്ടുന്ന സെന്റേഴ്സ് എന്നുള്ളതാണ്. അത് വിസിറ്റ് ചെയ്യണതാവാം. പ്രൊവൈഡ് എക്സ്ട്രാ ഹെൽപ്പ് ടു സ്റ്റുഡൻസ്, അഥവാ കുട്ടികൾക്ക് ഇപ്പോൾ റീഡേഴ്സിനാണെങ്കിൽ ശരിക്കും ലൈബ്രറി ഒരു റിസോഴ്സ് സെന്റർ ആണ്. അതേപോലെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു വർക്ക്, അതല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി, അതാണ് റിസോഴ്സ് സെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ദെൻ 4 സബ്ജക്ട് ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, കൊമേഴ്സ് ക്ലബ്ബ്, ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ക്ലബ്ബുകൾ, ഇങ്ങനെ പർട്ടിക്കുലർ ഫീൽഡിൽ താല്പര്യമുള്ള ആളുകൾക്കുള്ള ക്ലബ്ബാണ് 4മത്തത്. അത് അവരുടെ ഇപ്പൊ ഇംഗ്ലീഷ് ക്ലബ്ബ് ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിന്റെ സെലിബ്രേഷൻസ്, അതുപോലെ തന്നെ റീഡിംഗ് കോമ്പറ്റീഷൻസ്, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുക ആ ക്ലബിന് അണ്ടറിലാണ്. ഇപ്പൊ കൊമേഴ്സ് ക്ലബ്ബ് ആണെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവർ ഓർഗനൈസ് ചെയ്യുന്നുള്ളതാണ് ആ ഒരു ക്ലബിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതൊന്നും അധികം പറയണില്ല കേട്ടോ. ആ ക്ലബുകൾക്കുള്ള സജസ്റ്റഡ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചാല് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏതാണോ ക്ലബ്ബ് അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇംഗ്ലീഷ്, ഇപ്പൊ ബി എഡ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലബിലേക്ക് ഫോക്കസ് ചെയ്യുക. കോമേഴ്സിന്റെ ആളുകൾ എന്ത് ചെയ്യണം? കോമേഴ്സ് ക്ലബിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പൊ അവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നടത്താൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു 4-5 പ്രോഗ്രാംസിനെ അവിടെ കണ്ടുവെക്കുക കേട്ടോ. ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെക്സ്റ്റ് ബുക്ക്. ഇതൊക്കെ നമ്മൾ പരസ്പരം അങ്ങനെ ബന്ധമില്ലാതെ കുറെ ഒരു മിക്സഡ് പോയിന്റ്സ് ഇട്ടുക കേട്ടോ ഈ ഒരു യൂണിറ്റിൽ. സോ കോഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചിങ് എയ്ഡ് ആണ് ആൻഡ് ഒരു ലേണിംഗ് എയ്ഡ് ആണ്. കോഴ്സ് ബുക്കിൽ എന്തൊക്കെ ഉണ്ടാവുക വെച്ചാൽ കരിക്കുലം ബേസ്ഡ് ആയ കുറെ കോണ്ടന്റ് ഉണ്ടാവുക. കരിക്കുലം ഫുള്ളി ഇൻക്ലൂഡഡ് ആയ ഒന്നാണ് കോഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഈ പ്രോപ്പർട്ടീസ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ആയിട്ടും അഡ്വാൻറ്റേജ് ആയിട്ടും എഴുതാൻ പറ്റും കേട്ടോ. ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് കോഴ്സ് ബുക്കിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ചെയ്താൽ ഫീച്ചർ ആയിട്ട് എഴുതാം. സ്റ്റുഡൻറ് സെന്റേഡ് ആണ് കോഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ റീഡിങ്ങിന് റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ എന്തുണ്ട്? കോഴ്സ് ബുക്കിലുണ്ട്. അത് സ്ട്രക്ചേർഡ് ആണ്, സ്ട്രോങ് ആണ്, ഒതന്റിക് ആണ്, ലോജിക്കൽ അറേഞ്ച്മെന്റ്സ് ഉള്ളതാണ്. പിന്നെ അതില് പലതരം കോണ്ടന്റ് ഉണ്ട്. അഥവാ ഫിഗേഴ്സ് ഉണ്ടാകും, എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാകും, ഗ്രാഫിക്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ അതിൽ എറർ ഫ്രീ ആയിരിക്കും, തെറ്റുണ്ടാവില്ല. അതേപോലെ തന്നെ ഏത് കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആണ്. ബാക്ക്വേർഡ് ആവട്ടെ, ആവറേജ് ആവട്ടെ, ഹൈ അച്ചീവേഴ്സ് ആവട്ടെ, അഥവാ എബവ് ആവറേജ് ആവട്ടെ, എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ് കോഴ്സ് ബുക്ക്. പിന്നെ അതിൽ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ എക്സസൈസുകൾ ഉണ്ടാകും. ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ് അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ കുറെ ഫീച്ചേഴ്സ് കോഴ്സ് ബുക്കിലുണ്ട്. അതന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്, അതന്നെയാണ് അതിന്റെ യൂസ്, അതന്നെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, എല്ലാം ഈ പോയിന്റ്സ് ആക്കിയിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിന്റെ യൂസിൽ പറയുന്നത് ഇറ്റ് ഇസ് എ ഗൈഡ്. അതുപോലെ ലെസൺ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു,
സൈക്കോളജിക്കൽ ലോജിക്കൽ മെത്തേഡ്സിന് കോഴ്സ് ബുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ടീച്ചേഴ്സിന് കോൺഫിഡൻസ് കൊടുക്കുന്നു, ഹോംവർക്കിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടൈം ലാഗ് തടയുന്നു, അത് റിഡ്യൂസ് ചെയ്യുന്നു. യൂണിറ്റ് പ്ലാന്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാത്തിനും കോഴ്സ് ബുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, റീഡിങ്, റിവൈസിങ്, പ്രാക്ടീസിങ്, അതുപോലെ തന്നെ മീനിങ് ഫുൾ ലേണിംഗ്, ഇങ്ങനെ അതുപോലെ ക്ലിയർ ഡൗട്ട്സ്, ഇങ്ങനെയുള്ള ഇതിന്റെ പോയിന്റ്സ് മാത്രം ഇവിടെ ഇങ്ങനെ ബോൾഡ് ആക്കി വെച്ചുതരും. അത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വേർഡ് ഫയൽ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. ജസ്റ്റ് ബാക്കിയൊക്കെ ഡിലീറ്റ് ആക്കിയാൽ ഇത് മാത്രം എന്തിട്ടും ഒരു പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പൊ അത് അത്രേ ഉള്ളൂ. കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ്, അതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞു പോണത്. എനിക്ക് തോന്നുന്നത് ഇതൊരു ലാസ്റ്റ് ഒക്കെ ആയിരിക്കും. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടീച്ചറാണ്. ഇവിടെ ടീച്ചേഴ്സിന്റെ ഒരുപാട് വലിയ വലിയ ക്വാളിറ്റീസ് ഒന്നും പറയണില്ല. ജസ്റ്റ് ടീച്ചേഴ്സിന്റെ 2-3 ക്വാളിറ്റി മാത്രം അവിടെ പറയുന്നുള്ളൂ കേട്ടോ. സോ ഇവിടെ ഡെഫിനിഷൻ ഉണ്ട്. എ ടീച്ചർ ക്യാൻ നെവർ ട്രൂലി ടീച്ച് അൺലെസ് ഹി ഈസ് സ്റ്റിൽ ലേണിംഗ് ഹിംസെൽഫ് എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എ ടീച്ചർ ഷുഡ് ബി എ ലേണർ എന്നുള്ളതാണ്. ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലല്ലാതെ ഒരു നല്ല ടീച്ചർ ആവാൻ പറ്റൂല എന്നാ പറയണേ. അപ്പൊ ടീച്ചറുടെ ലേണിംഗ് ഒരിക്കലും അവസാനിക്കണില്ല. A lamp can never light another lamp unless it's continuous to burn its own flame എന്ന് പറയുന്നത് അല്ലെ. ഒരു കത്തുന്ന മെഴുകുതിരിക്ക് മാത്രമേ മറ്റൊരു മെഴുകുതിരിയെ കത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, എപ്പോഴും ലേണേഴ്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം തന്നെയാണ്. നമ്മൾ എപ്പോഴും ലേണേഴ്സ് ആയിരിക്കണം. ഒരു കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് ചെയ്തുകൊണ്ടേ നിൽക്കണം. എനിക്കത് പറയാനുള്ള യോഗ്യത ഉണ്ട്. കാരണം ഞാനിപ്പോൾ MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിർബന്ധമായിട്ട് നമ്മൾ അടുത്തൊരു കോഴ്സിന് ജോയിൻ ചെയ്യും. അപ്പം പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഹലോ, സൗണ്ട് കേൾക്കണില്ലേ? ഓക്കെ. പിന്നെ ഇതിലങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് അങ്ങനെ പറയണമെന്നില്ല കേട്ടോ. സോ മേക്കിംഗ് നേഷൻ, മേക്കിംഗ് ഗുഡ് സ്റ്റുഡൻസ്, ചേഞ്ചിങ് ദിയർ ബിഹേവിയർ. ഈ ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു നല്ല അധ്യാപകനെ മനസ്സിൽ ധ്യാനിക്കുക. ആ ടീച്ചർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ അത് എഴുതുക. 2, ഏതൊരു മനുഷ്യന് വേണ്ട ക്വാളിറ്റീസ് എഴുതുക. 3, ഏതൊരു പ്രൊഫഷന് വേണ്ട ക്വാളിറ്റീസ് എഴുതുക. അതൊക്കെ അധ്യാപകർക്കും ആവശ്യമാണ്. ഇനി ഇവിടെ ഒരു ക്വാളിറ്റീസ് പ്രത്യേകം പറയുന്നത് ഒന്ന് മാസ്റ്ററി ഓവർ ദ സബ്ജക്റ്റ് ആണ്. അഥവാ സബ്ജക്ട് നോളജ് ഓർ കോണ്ടന്റ് നോളജ് നമുക്ക് ഉണ്ടാവണം. 2, നോളജ് ഓഫ് സൈക്കോളജിയാണ്. സൈക്കോളജി പഠിക്കണം അല്ലെ. ചൈൽഡ് സൈക്കോളജി, സ്റ്റുഡന്റ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇങ്ങനെയുള്ള എല്ലാ സൈക്കോളജിയും നമ്മൾ പഠിച്ചിരിക്കണം. 3, വെൽ എക്വിപ്ഡ് വിത്ത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആണ്. അഥവാ ടീച്ചിങ് മെത്തഡോളജി, അഥവാ കൃത്യമായി ടീച്ചിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. എങ്ങനെ പഠിപ്പിക്കണം, ടീച്ചിങ് മെത്തേഡ്സ് കൃത്യമായി നമ്മുടെ അടുത്തുണ്ടാവണം. 4, ഫെയ്ത്ത് ഇൻ ദ സബ്ജക്റ്റ് ആണ്. നമ്മുടെ സബ്ജക്റ്റിൽ നമുക്കൊരു വിശ്വാസം, അതിനോടൊരു കൂറും അതിനോടൊരു സ്നേഹമൊക്കെ വേണം. 5, വെൽ എക്വിപ്ഡ് ഇൻ ഹ്യൂമൻ ക്വാളിറ്റീസ്, അഥവാ നല്ലൊരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. പ്രത്യേകിച്ച് പേഷ്യൻസ്, ലവ്, റെസ്പെക്ട്, ഗുഡ് ക്യാരക്ടർ, ലീഡർഷിപ്പ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ക്രിറ്റിസിസം, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടാവണം. 6, ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആണ്. ഷുഡ് ബി ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ചലഞ്ചിങ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കണം. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. 7, നോളജ് ഓൺ വേരിയസ് ഫീൽഡ്. നമ്മുടെ സബ്ജക്റ്റും നമ്മുടെ കോണ്ടന്റും മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാത്തിനെ കുറിച്ചും അറിയണം. ഇപ്പൊ ഈ യൂണിറ്റ് എടുക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? നമ്മുടെ IT മേഖല അറിയണം, ടീച്ചേഴ്സിന് സ്കിൽ അറിയണം, കോഴ്സ് ബുക്കിനെ കുറിച്ച് അറിയണം, അങ്ങനെ എല്ലാതും അറിയണം. അതേപോലെ നമുക്ക് എല്ലാതും അറിഞ്ഞിരിക്കണം. ഒരു ടീച്ചർക്കില്ലേ എനിക്ക് അറിയൂല, എനിക്ക് ആ ഒരു ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയാനുള്ള ഒരു അവകാശമില്ല. അത് ടെക്നിക്കലായിട്ട് അറിയണം, ബയോളജിക്കലി നമുക്ക് അറിയണം, പൊളിറ്റിക്സ് നമുക്ക് അറിയണം, IT നമുക്ക് അറിയണം, എല്ലതും അറിയണം. ഓക്കെ, ടീച്ചറെ സംബന്ധിച്ച് ഇത്രയും ഡ്യൂട്ടീസ് ഉണ്ട്. ദെൻ ഫ്ലുവൻസി ഇൻ എക്സ്പ്രഷൻ ആണ്. അഥവാ നമ്മൾ വെരി എഫക്റ്റീവായി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് എന്ത് ചെയ്യണം, ടീച്ച് ചെയ്യണം. ഭയങ്കര ഫ്ലുവൻ്റ് ആയി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അഡീക്വേറ്റ് ജനറൽ നോളജ് അഥവാ GK എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ നിർബന്ധമാണ്. ഒരു ഓൾറൗണ്ടർ ആവാന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വെൽ എക്വിപ്ഡ് ഇൻ ടീച്ചിങ് ക്വാളിറ്റീസ്. കൃത്യമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല ടീച്ചിങ് ക്വാളിറ്റീസ് ഉണ്ടാവുക, ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉണ്ടാവുക, ഹാൻഡ്ലിങ് ദ സ്റ്റുഡൻസ്, മാനേജിങ് ദ ടൈം, ടീച്ചിങ് മെത്തേഡ്സ്, ഇതിലൊക്കെ. ലാസ്റ്റ് പോയിന്റ് പങ്ക്ച്വാലിറ്റിയാണ് അല്ലേ. നമ്മൾ നേരെ വൈകിട്ട് കുട്ടികളെ നേരം വെക്കുന്നതിന് ഉപദേശിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിലൊക്കെ പെർഫെക്റ്റ് ആവണം എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റില് വ്യത്യസ്തമായ കുറെ മേഖലകൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മേജറായിട്ട് പോയതെന്ന് പറയാൻ പറ്റുമോ? മാസ് മീഡിയ പോയി, ന്യൂ എമർജിംഗ് മീഡിയ, ന്യൂ എമർജിംഗ് മീഡിയാസിനെ കണ്ടു. പിന്നെ
പിന്നെ നമ്മുടെ മറ്റേ എവിടെ ബാക്കിയൊക്കെ ഉറങ്ങിയോ? നെറ്റ്വർക്ക് കണ്ടു. ആ, അത് ന്യൂ എമർജിങ്ങിന്റെ ഭാഗമായിട്ട് കണ്ടതാ. ന്യൂമജിക്കിന്റെ ഭാഗമായിട്ട് അതിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കോഴ്സ് ബുക്കിന്റെ ഫീച്ചേഴ്സ് കണ്ടു, ടീച്ചറുടെ ക്വാളിറ്റീസ് കണ്ടു, ലാസ്റ്റ് ഒക്കെ ആയപ്പോ. ഓക്കെ, അങ്ങനെ ഒരു പല മേഖലയിൽ നിന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു പറഞ്ഞല്ലോ ഒരു ബ്ലെൻഡഡ് ലേണിംഗിന്റെ ഒക്കെ ഒരു പോലെയായിരുന്നു. റൈറ്റ്, ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയാൻ കഴിയില്ല, ദാറ്റ് മീൻസ് ഒരു മിക്സഡ് കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. സോ എനിവേ, നല്ല ടീച്ചേഴ്സ് ആവണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ പോലെ നമ്മളൊരു ഓൾറൗണ്ടർ ആവണം, നമ്മളൊരു ലേണർ ആവണം. അപ്പൊ ഒരുപാട് പഠിക്കണം, ഡിഫറെന്റ് ആയ കോഴ്സ് പഠിക്കണം, ഡിഫറെന്റ് ആയിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ അച്ചീവ് ചെയ്യണം. അപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞ ഈ ഒരു പങ്ക്ച്വാലിറ്റി മുതൽ വെൽ എക്യുപ്ഡ്, അഡീക്വേറ്റ് ജനറൽ നോളജ്, ഫ്ലുവൻസി തുടങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞ എല്ലാ ക്വാളിറ്റിയുള്ള ഒരു നല്ല അധ്യാപകരായിട്ട് മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ബ്ലെസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു സെഷനോട് അവസാനിപ്പിക്കുകയാണ്. പെഡഗോജിന്റെ 5ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇതോടുകൂടി നിങ്ങൾ ഈ സെമ്മുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞതായി അറിയിക്കുകയാണ്. സന്തോഷം. ഓക്കെ, താങ്ക് യു.